ഭഗവത്ഗീതയിൽ 7-ാം അധ്യായത്തിൽ കൃഷ്ണൻ 19-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമിതി സമഹാത്മാസു ദുർലഭ ബഹൂനാം ജന്മനാം അന്തേ. എന്തായാലും ഒരു പല ജന്മങ്ങളിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ബഹൂനാം ജന്മനാം ഒരിക്കൽ നിങ്ങൾ വാസുദേവ് ആരിലേക്ക് എത്തും? വാസുദേവനിലേക്ക്. വാസുദേവൻ എന്ന് പറഞ്ഞാൽ ദേവകി ദേവിയുടെ പുത്രനോ വസുദേവന്റെ പുത്രനല്ലോ, അങ്ങനെയൊന്നും അർത്ഥമെടുക്കരുത്. വാസനാൽ വാസുദേവസ്യ വാസിതം ഭുവനത്രയം സർവഭൂത നിവാസോസി വാസുദേവ നമോസ്തുതേ എന്നൊക്കെ അർത്ഥമെടുക്കണം നിങ്ങൾ. വ്യാസഭഗവാൻ തന്നെ വാസുദേവൻ എന്ന് പറയുന്നതാണ്. ഇത് പഠിക്കണം, അപ്പോഴതിൻ്റെ രസം ഉള്ളത്. ഭാഗവതം പഠിക്കുന്നതോറും രസം കൂടും. അപ്പം അതുകൊണ്ട് ഈ 3-ാമത്തെ സ്കന്ധം സർഗത്തെക്കുറിച്ച് പറയുന്നു. സർഗം എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടി എന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സൃഷ്ടി ഇല്ലാത്ത ഒന്നിനെ ദൈവം സൃഷ്ടിക്കല്ലേ. ഈ ക്രിസ്ത്യൻസ് ഒക്കെ പറയുന്നത് അതാണ് അബദ്ധമായി മാറുന്നത്. ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടിക്കപ്പെട്ട ലോകം നേരത്തെ പറയൂ ഇല്ല, അപ്പോഴല്ലേ സൃഷ്ടിക്കപ്പെടുന്നത് വരുന്നത്. നേരത്തെ ഉള്ളതിനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ മോശമല്ലേ അത്? 3-ാമത്തെ ദിവസം ദൈവം സൃഷ്ടിച്ചു എന്നൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ ബൈബിളിൽ. അതുകൊണ്ട് ഇനിയും ഒരു ഉണ്ടല്ലോ, ഈ ഗീതയൊക്കെ പ്രചരിപ്പിക്കും തോറും 3-ാമത്തെ വേർഷൻ ബൈബിൾ എഴുതേണ്ടി വരും അവർ. പഴയത് എന്തായാലും അവർ മാറ്റി എഴുതി പുതിയ നിയമമാക്കി. ഇനി പുതിയത് ഒന്നുകൂടി മാറ്റി എഴുതും. നമ്മളിതൊക്കെ പറയാൻ തുടങ്ങിയാൽ നോക്കൂ, ഏറ്റവും വലിയ രസം അതല്ല. ഈ ഞാൻ പലപ്പോഴും നോക്കിയിട്ടുണ്ട്, ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ അവർ കൂടുതൽ ഭാരതീയ സംസ്കാരത്തോട് അടുക്കുന്നത്. ഇപ്പോൾ പള്ളികളിലൊക്കെ പോയാൽ വലിയ കൊടിമരങ്ങളൊക്കെ വരുന്നുണ്ട്, ഉണ്ടോ? പഞ്ചവാദ്യങ്ങളൊക്കെ വരുന്നുണ്ട്, എല്ലാ മാറ്റങ്ങളും വരുന്നുണ്ട്. അതുപോലെ നിലവിളക്ക് കത്തിക്കുന്ന സംസ്കാരം, ഇതൊക്കെ വരുന്നുണ്ട്. കുറേ കഴിഞ്ഞാൽ ഈ ഗീതയൊക്കെ കുറേ കഴിഞ്ഞാൽ പള്ളിയിൽ ബൈബിളൊക്കെ മാറ്റി അവർ ഗീത പറയാൻ തുടങ്ങും. കാരണം ഗീതയിൽ പറയുന്ന കാര്യങ്ങൾ പ്രായോഗികമാണ്, മറ്റതൊന്നും പ്രായോഗികമല്ല. പലതും നിന്നെപ്പോലെ നിന്റെ അയൽവാസിയെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞാൽ, അയൽവാസിയെ സ്നേഹിക്കാൻ പോയാൽ എങ്ങാനും മകൾ അത് കണ്ടാൽ കുടുംബകലഹത്തിന് വേറെ എവിടെയും പോണ്ടി വരില്ല. ബൈബിളിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ അമ്മിണിയമ്മയെ പിടിച്ചിട്ടൊന്ന് സ്നേഹിക്കാൻ പോകും നിങ്ങൾ, കുടുംബത്തിൽ കലഹം വരില്ലേ? രണ്ടാമത്തത്, അമേരിക്കയിൽ അതുകൊണ്ടാണ് ക്രിസ്ത്യൻ ഓൾ യൂറോപ്യൻ കൺട്രിയിൽ ഇല്ലാതെയായി പോയത്. അഡൾട്ടറി പാടില്ല എന്നാണ്, അന്യനായ ഒരു പുരുഷന്റെ കൂടെ പോകാൻ പാടില്ല എന്നാണ്. എന്നാൽ ഈ അമേരിക്കൻ കൺട്രിയിലൊക്കെ ഉണ്ടല്ലോ, പെൺകുട്ടികൾക്ക് പ്രായമായി കഴിഞ്ഞാൽ വേറൊരാളുടെ കൂടെ പോയിക്കോളുന്ന, ആണിൻ്റെ കൂടെ നടക്കുന്ന രോഗമാണ് അത്ര അവിടെ. പെണ്ണിൻ്റെ കൂടെ നടക്കുന്ന രോഗമാണ്. അയ്യോ, അമേരിക്കക്കാർ ഇവിടെ വന്നാൽ രോഗികളെ കാണുള്ളൂ. അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് വലിയ പ്രശ്നമാണ്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ സുഹൃത്തുക്കൾ നടന്നു കഴിഞ്ഞാൽ ആൺകുട്ടികളുടെ കൂടെ നടക്കുന്നത് മനോരോഗമായിട്ട് അവർ കാണുന്നത്. അപ്പം എത്ര രോഗികളായിരിക്കും അവർ? ഈ വലിയ പ്രശ്നമാണ് അവർക്ക്. അവർക്കതിലൊന്നും വലിയ കാര്യങ്ങൾ വെക്കുന്നവരല്ല അവർ. അവരോട് മറ്റൊരു സ്ത്രീയുടെ കൂടെ പോരുന്നത് പറഞ്ഞാൽ അതുകൊണ്ട് അവർ പള്ളിയിലേ പോവില്ല. കാരണം ഇതൊക്കെ കേൾക്കാൻ പോകും. അവർ പാപം ചെയ്തവരായിട്ടാണ് അവർ അറിയപ്പെടുന്നത്. മനസ്സിലാവുണ്ട് നിനക്ക്? ഈ 10 നിയമങ്ങളും 10ഉം അപ്രായോഗികമാണ്. അതൊക്കെ ഇന്ന് മനസ്സിലായി തുടങ്ങിയത് കൊണ്ടാണ് എനിക്കറിയാം ഒരുപാട് ഫാദർമാർ അവരൊക്കെ ഇപ്പോൾ അത്യാവശ്യം ഗീതയൊക്കെ പറയാൻ തുടങ്ങിയത്. പക്ഷെ ഗീത പറഞ്ഞോ എന്ന് അവർ പറയില്ല, ബൈബിളിൽ പറഞ്ഞോ. കാരണം മറ്റവർ ബൈബിൾ തുറക്കില്ല എന്ന് അവർക്കറിയാം. ഗീതയിൽ പറഞ്ഞതൊക്കെ അവർ ബൈബിളിൽ ഞാൻ നുണ പറയല്ല. എനിക്കൊരു അനുഭവം ഉള്ളത്, ഞാൻ ബോംബെയിൽ സപ്താഹം നടത്തുന്നത്. അപ്പോൾ ഒരാൾ വന്ന് നോട്ട്സൊക്കെ എഴുതുന്നുണ്ട്. അപ്പം അന്വേഷിച്ച് നോക്കിയപ്പോൾ അതേ അവിടുത്തെ പള്ളിയിലെ ഫാദറാണ്. അപ്പം എന്തിനാ ഈ നോട്ട്സൊക്കെ എഴുതുന്നത് ചോദിച്ചപ്പം ഒരാൾ പറയാണ് ഇതൊക്കെ ബൈബിളിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നു. ഞാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും പറയല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ നമ്മുടെ ഭാരതത്തിൻ്റെ മഹത്വം? ഈ പറയുന്നതൊക്കെ നോക്കൂ, 100% മുമ്പ് ഇല്ലാത്തതൊന്നും ഉണ്ടാവുകയില്ല, ഉള്ളതൊന്നും. ഇതൊക്കെ സയൻസ് തെളിയിച്ച കാര്യങ്ങളാണ്. ആണോ? ഇതൊക്കെ 5000 വർഷം മുമ്പ് എഴുതി വച്ചിരിക്കണോ ഗീതയിൽ എന്ന് പറഞ്ഞാൽ അതിനോട് അത്ര റെസ്പെക്റ്റ് കൂടുകയല്ലേ ഉള്ളൂ. ക്ലിയറാണ് ഞാൻ പറയുന്നത്? അതിൽ അപ്രായോഗികമായി ഒന്നുമില്ല. എല്ലാം പറയുന്നതൊക്കെ നമുക്ക് പ്രായോഗികമാണ്. ഇത് നമുക്ക് അനുഭവമാണ്. നമ്മുടെ സംസ്കാരം മാറുന്നതനുസരിച്ച് ജീവിത നിലവാരം മാറുന്നുണ്ട്.
നിങ്ങൾ തന്നെ നോക്കൂ, നിങ്ങളിൽ സാത്വിക ഗുണം, നിങ്ങൾ ധ്യാനം ഇതൊക്കെ ചെയ്യും തോറും ഒരുവിധം ദുഃഖങ്ങളൊന്നും നിങ്ങളെ ബാധിക്കില്ല. നിങ്ങളുടെ സ്വന്തം അനുഭവം എടുത്ത് നോക്കൂ. നിങ്ങൾ കൃഷ്ണൻ പറയുന്നത് ശരിയാണോ? നിങ്ങൾക്ക് പുനർജന്മമില്ല പറഞ്ഞാൽ അർത്ഥം പണ്ടത്തെ പോലെ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒരു ജന്മം ഇനി നിങ്ങൾക്ക് ഇല്ല. നിങ്ങൾ അതിൽ നിന്ന് ഇവോൾവായി. നേരെ മറിച്ച് അങ്ങനെയൊന്നും ചെയ്യാത്ത ആളുകൾ നോക്കൂ, നിങ്ങൾ 10ഉം 80ഉം വയസ്സിലിരുന്ന് മോങ്ങുന്നത്, കുട്ടികളെ പോലെ വിതുമ്പുന്നത് ഉണ്ടോ? കണ്ടിട്ടില്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പൊ അവര് മാനസികമായി ഉയർന്നിട്ടില്ല എന്നർത്ഥം. അപ്പൊ ഒരു ജീവിതത്തിൽ, ഒരു വ്യക്തിത്വത്തിൽ അവരെ ദുഃഖങ്ങൾ ബാധിക്കണോ ബാധിക്കണ്ടേ എന്ന് നിശ്ചയിക്കുന്നത് ഫിസിക്കൽ മെച്യൂരിറ്റി അല്ല, പറയൂ, മെന്റൽ മെച്യൂരിറ്റിയാണ്. 90 വയസ്സായി ഞാൻ എഡ്യൂക്കേറ്റഡ് ആണ്, ഞാൻ പ്രൊഫസറാണ്, ഞാൻ എഞ്ചിനീയർ, അതൊന്നും അവിടെ ബാധകമല്ല. നിങ്ങൾ എത്രത്തോളം ധ്യാനവും മറ്റും ചെയ്ത് നിങ്ങളുടെ മനസ്സിന് ശക്തി നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിയല്ലേ ഇത്? ആണോ അല്ലയോ? അപ്പോ കൃഷ്ണൻ പറയുന്നത് വളരെ ശരിയല്ലേ? സംസ്കാരം കൂടുന്നതിനനുസരിച്ച് പുനർജന്മം ഉണ്ടാവില്ല പറഞ്ഞാൽ വീണ്ടും പഴയൊരു അവസ്ഥയിൽ നിങ്ങൾ ജനിക്കേണ്ടി വരില്ല. ഇപ്രകാരം ഈ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെയാണ് നമുക്ക് വിതുര മൈത്രേയ സംവാദം. ഞാൻ കൂടുതലായി കടക്കുന്നില്ല, കാരണം നമ്മുടെ സമയക്കുറവുള്ളതുകൊണ്ട്. ഞാനിങ്ങനെ പറഞ്ഞു പോയാൽ ഈ ഭാഗവതം തീരില്ല എന്ന് എനിക്കറിയാം. പിന്നെ നാളെ മുതൽ എനിക്ക് നിവൃത്തിയില്ല, നരസിംഹം വന്നേ പറ്റുള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ ഇന്ന് 2 ദിവസമേ സ്വാതന്ത്ര്യമുള്ളൂ. അപ്പോൾ നാളെ നിവൃത്തിയില്ല, അതുകൊണ്ട് എത്തിക്കണം. അപ്പോൾ ഇവിടെ ഈ പറയുന്നത് നമ്മുടെ മനസ്സിനെ എങ്ങനെ ഉയർത്താം ഇതിലൂടെ എന്ന് പറഞ്ഞു തരുന്ന ഒരു ഉപാഖ്യാനമാണ് വിതുര മൈത്രേയ സംവാദം. നോക്കൂ, നല്ലൊരു ചോദ്യമുണ്ട് ഭാഗവതത്തിൽ. വിതുരര് മൈത്രേയരോട് ചോദിക്കുകയാണ്, സുഖായ കർമാണി കരോതി ലോകേ നതൈ സുഖം വാ നിതുപാരമം വാ വിന്ദേത ഭൂയ യതത്ര ദുഃഖം യതത്ര യുക്തം ഭഗവൻ വദേന്ന. 3-ാമത്തെ സ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ ശ്ലോകമാണ് ഈ പറയുന്നത്. എന്താ ചോദിക്കുന്നത്? കർമാണി കരോതി സർവം, എല്ലാവരും എന്തിനു വേണ്ടി? സുഖായ. എന്തിനു വേണ്ടിയിട്ട്? എത്ര പേര് ദുഃഖത്തിന് വേണ്ടി കല്യാണം കഴിച്ചവരുണ്ടോന്ന് കൈവെക്കും. കുറച്ച് ദുഃഖം കിട്ടാൻ സ്വാമി ഞാനൊരു കല്യാണം കഴിക്കാൻ പോകണമെന്ന് ഒരു പെൺകുട്ടി ഒരു പയ്യനോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ദുഃഖമൊക്കെ തീരില്ലേ എന്ന്. അപ്പം ഈ പയ്യൻ പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് യാതൊരു ദുഃഖവും ഇല്ലല്ലോ അതിന്. അപ്പം അവൾ പറഞ്ഞു, അല്ല, എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം അങ്ങേക്ക് ദുഃഖം ഉണ്ടാകുമ്പോൾ, കല്യാണം കഴിച്ചതിന് ശേഷം ദുഃഖം ഉണ്ടാകുമ്പോൾ അതൊക്കെ ഞാൻ പരിഹരിച്ചു തരില്ലേ എന്ന്. അപ്പം ഇതാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ആരെങ്കിലും ദുഃഖത്തിന് വേണ്ടി കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും ദുഃഖത്തിന് വേണ്ടി കുട്ടികൾ ഉണ്ടായിക്കോട്ടെ, ദുഃഖിക്കാനാണ് കുറച്ചൊന്നും. ഭഗവാനെ, ഗുരുവായൂരപ്പ ഒരു കുഞ്ഞിനെ തരണേ, കുറച്ചും കൂടി ദുഃഖിക്കണം എന്നുണ്ട് എനിക്ക്. ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവുമോ? ഉണ്ടോ? എന്തിനാണ് കുട്ടി വേണ്ടത്? സുഖജീവിതത്തിന് വേണ്ടി. കല്യാണം കഴിക്കുന്നത് സുഖജീവിതത്തിനാണ്. വീട് വെക്കുന്നത് എന്തിനാ? സുഖജീവിതത്തിനാണ്. നിങ്ങളൊക്കെ വീട് വെക്കുന്ന സമയത്ത് അവിടെ കണ്ണ് പറ്റാതിരിക്കാൻ ഒരു കോലമൊക്കെ വെക്കില്ലേ? നിങ്ങളുടെ വീടിനൊരു കേടും പറ്റാതിരിക്കാനല്ലേ? ആണോ അല്ലയോ? കണ്ടിട്ടില്ലേ? നിങ്ങളൊരു മൺചട്ടിയൊക്കെ വെച്ച്, കീറ ബനിയനും വെച്ച്, അതിൻ്റെ ഉള്ളിൽ വൈക്കോല് കൊണ്ടൊക്കെ കെട്ടി വരിഞ്ഞ് ഒരു രൂപം കരിങ്കണ്ണ എന്നൊക്കെ വെച്ചിട്ട് കണ്ണു പറ്റാതിരിക്കാൻ. കാരണം കണ്ണു പറ്റിക്കഴിഞ്ഞാൽ വീടിന് വല്ല ദോഷവും വന്നാലോ? കണ്ടിട്ടില്ലേ അതൊക്കെ നിങ്ങൾ? വാസ്തവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടല്ല അത് വെക്കുന്നത് എന്നുള്ളതാണ്. ആ കരിങ്കണ്ണ വെച്ചോ സൂക്ഷിച്ചോ എന്നൊക്കെ വെക്കുന്നത് എന്തിനാ അറിയോ? ആ ചട്ടിയും കലമൊക്കെ വെച്ചിരിക്കുന്നത്, അത് വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ അത് ഇനി വീട് വെക്കാൻ പോകുന്നവർക്കൊരു നിർദ്ദേശമാണ്. ഞാനോ വീട് വെച്ചിട്ട് ഈ അവസ്ഥയിലായി, നിങ്ങളോ അബദ്ധം ചെയ്യാതിരിക്കും. ചിലത് സത്യമാണ്. ചിലരുണ്ടാക്കി വെച്ചിരിക്കുന്ന വീടൊക്കെ 2-3 നിലയൊക്കെ ഉള്ളത് വെച്ച് റിട്ടയർമെൻറ്റിന് ശേഷം അവിടെ താമസിക്കാൻ പോകുന്നത്. ഇവിടെ മുകളിലേക്ക് ഒരടി വെക്കാൻ വയ്യ. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ നോക്കും, ആരാ മുകളിലേക്ക് കയറുക, ആരാ മുകളിലേക്ക് കയറുക. എന്നിട്ട് അത് പൊടിയും പിടിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുക. പണ്ടൊരു കാരണവർ എന്നോട് പറഞ്ഞു, സ്വാമി വീട്ടിൽ ഒരു പടവലം നട്ട് വളർത്തിയിട്ടുണ്ട്. ഈ പടവലം കയറി 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 പോയത് 11 kV ലൈനിൻ്റെ മുകളിലേക്കാണ്.
അതിലെങ്ങനെ നിറയെ കായ തൂങ്ങിക്കിടക്കുന്നുണ്ട്, ഈ പടവല കായ. വല്ല ഉപകാരമുണ്ടോ? ഞാൻ നട്ടു വളർത്തിയതാണത്രേ. അതിങ്ങനെ അവിടെ കിടക്കണു. തൊട്ട അപ്പ വിവരം അറിയും. അതോടുകൂടി ആള് പടവലാവും. ആ പടവല ഉണ്ടായിട്ടെന്ത് കാര്യം? ഇതേപോലെ സുഖത്തിന് വേണ്ടി കർമ്മങ്ങൾ പലതും ചെയ്യുന്നു. പക്ഷേ സുഖത്തേക്കാളുപരി ഭൂയ ദുഃഖം എന്നും വരണോ? ദുഃഖം. ഇതെത്ര യുക്തം ഭഗവാൻ, ഇതെന്താ കാര്യം? അപ്പൊ പറഞ്ഞു കൊടുക്കുകയാണ്, നാം ഒരു തെറ്റായ ധാരണയിൽ ജീവിതം കൊണ്ട് നടന്നു. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, സമൂഹം മുഴുവൻ ചിന്തിക്കുന്നത്, നിങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നത്, പഠിച്ച് പാസ്സായാൽ, ജോലി കിട്ടിയാൽ, കല്യാണം കഴിച്ചാൽ, കുട്ടികളായാൽ, വീട് വെച്ചാൽ എന്നിട്ട് എന്തുണ്ടാവും? സുഖം ഉണ്ടാവും. നിങ്ങൾക്കുണ്ടായിട്ടോ? ഇല്ല. അത് പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവുക? നിങ്ങളുടെ മക്കൾ ലേശം ബോധമുള്ളവരാണെങ്കിലല്ലോ നിങ്ങളെ അങ്ങനെയൊന്നും വിടില്ല. പാവം, അതൊന്നും അവർ ചോദിക്കുന്നില്ല. നിങ്ങളുടെ മക്കൾ ചോദിക്കുകയാണ്, നിങ്ങളും കുട്ടികളോട് പറയാ, നല്ലോണം പഠിച്ചാൽ, ഓക്കെ, പഠിച്ചാൽ എന്തുണ്ടാവും? മാർക്ക് കിട്ടും. നല്ലോണം മാർക്ക് കിട്ടിയാൽ എന്തുണ്ടാവും? പറയൂ. നല്ല ജോലി കിട്ടും. നല്ലോണം നല്ല ജോലി കിട്ടിയാൽ നല്ല പൈസ ഉണ്ടാവും. നല്ല പൈസ ഉണ്ടെങ്കിൽ എന്താ പറയാ, നിങ്ങൾക്കൊരു നാണം. നല്ല പൈസ ഉണ്ടെങ്കിൽ നല്ല പൈസ ഉള്ള വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കാം. അതാണല്ലോ നോട്ടം. നല്ല വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചുകൊണ്ടെന്നാൽ പിന്നെ എന്തുണ്ടാവും? നല്ലത് ചിന്തിച്ചോളൂ നിങ്ങൾ. നല്ല 2-3 കുട്ടികളുടെ, 2 വേണ്ട, അല്ല 3 വേണ്ട, 2 മതി. ഇനി എന്തുണ്ടാവും? അവരെയും വെച്ച് നല്ലൊരു വീട് വെച്ചോളൂ, നല്ല കാർ മേടിച്ചോളൂ. ഇതൊക്കെ കഴിഞ്ഞാൽ അവസാനം എന്താ ഉണ്ടാവുമെന്നും കൂടി പറയൂ. നിങ്ങളെന്താ ഉത്തരം പറയാത്തേ? ഇതൊക്കെ കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ആരും എന്താ ഒന്നും വേണ്ടാത്ത? നിങ്ങളെന്താ സമാധിയിലാണോ? ഇതൊക്കെ കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? സുഖം ഉണ്ടാവും എന്നല്ലേ ഇപ്പൊ വെച്ചിരിക്കുന്നത്? ഒന്ന് കൈബുക്ക്, എത്ര പേർക്ക് സുഖം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്? നിങ്ങൾ അങ്ങനെയാണ് വളർത്തിയെടുക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ കാഴ്ചപ്പാട് മുഴുവൻ തെറ്റാണ്. കാരണം നമ്മൾ ഏറെ പ്രതീക്ഷ വെക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് പ്രതീക്ഷ വെക്കും തോറും നാം ചില സത്യങ്ങളുമായി ഉൾക്കൊള്ളാൻ പറ്റാതെ അസ്വസ്ഥരായി ജീവിക്കുന്നത്. നല്ലൊരു ഭാര്യയെ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് നല്ലത് തന്നെയായിരിക്കും എന്നുള്ളത്. മനസ്സിലായില്ലേ? അത് വന്നതിനേക്കാളും സ്പീഡിലായിരിക്കും പോകുന്നത്. നമ്മൾ പലപ്പോഴും സത്യം മനസ്സിലാക്കുന്നില്ല. സത്യം എന്നത് പുറമേക്ക് സത്യം വൈവിധ്യമാണ്. സത്യത്തിൻ്റെ ഒരു മുഖം വൈവിധ്യതയാണ്. ഒരു മനസ്സ് പോലെ ഒരിക്കലും വേറൊരു മനസ്സ് ഉണ്ടാവില്ല. അപ്പം ഞാൻ സുഖമെന്ന് കരുതുന്നത് വേറൊരാൾക്ക് സുഖമാവണമെന്നില്ല. ആണോ അല്ലയോ? ശരിയാണോ ഞാൻ പറയുന്നത്? അതുകൊണ്ട് എപ്പോഴും ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഒരു ക്ലാഷ് ഉണ്ടായേ പറ്റുള്ളൂ. ഒരാൾക്ക് സുഖമെന്ന് തോന്നുന്നത് വേറൊരാൾക്ക് സുഖമായിരിക്കണം എന്നില്ല. ഒരാൾ പറയുന്നത് വേറൊരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. മനസ്സിലാവുണ്ടോ? വൈവിധ്യ സ്വഭാവം, അതാണ് പ്രപഞ്ചം. എന്നും ഒരുപോലെ ആവില്ല. ക്ലൈമറ്റ് എന്നും ഒരുപോലെ ആവോ? ഉണ്ടാവില്ലേ? അതുപോലെ ആളുകളുടെ സ്വഭാവം എന്നും ഒരുപോലെ ആവോ? അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് തോന്നുന്ന പ്രേമം കല്യാണത്തിന് ശേഷവും തോന്നണ്ടേ? കല്യാണത്തിന് മുമ്പ് എത്രയാണ് എന്തൊക്കെ വാങ്ങിച്ചു കൊടുക്കണോ? പൂവ് വാങ്ങിച്ചു കൊടുക്കണോ, മാല വാങ്ങിച്ചു കൊടുക്കണോ, എന്തും വാങ്ങിച്ചു കൊടുക്കും. കല്യാണത്തിന് ശേഷം എന്താ? ഒരാളയാളുടെ സുഹൃത്തിനോട് പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് പോവും, അങ്ങോട്ട് കയറുമ്പോഴേക്കും ഗേറ്റിൻ്റെ അവിടെ നിന്ന് തുടങ്ങും ഭാര്യ സാരി 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 സാരി. ദിവസവും എന്നെ കാണുമ്പോൾ അതന്യ ചോദ്യം, എപ്പോഴും സാരി 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 സാരി. ചോദിച്ചു, നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്തിനാ ഇത്ര അധികം സാരി, ഇത്ര ദിവസവും സാരി? പറഞ്ഞു, എനിക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല, ഞാൻ ഇതുവരെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എന്ന്. പിന്നെ വെറുതെ പറയുന്നത്. കല്യാണത്തിന് മുമ്പുള്ള അവസ്ഥയാണോ ശേഷം? അപ്പോഴേക്കും മാറിക്കഴിഞ്ഞു. മനസ്സിലാവില്ലേ? പ്രേമെന്ന് പറഞ്ഞ് പോയവരൊക്കെ പിന്നെ നോക്കൂ നിങ്ങൾ എവിടെ എത്തുന്നത്. അപ്പോ പറഞ്ഞു വരുന്നത്, ഈ പ്രപഞ്ചം ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്,
പ്രപഞ്ചം എന്നത് വൈവിധ്യമാണ്. ഡിഫറൻസസ് ഈസ് ദ നേച്ചർ ഓഫ് ദി നേച്ചർ. പ്രപഞ്ചത്തിൻ്റെ സ്വഭാവം വൈവിധ്യതാണ്. ഏറ്റവും നല്ല തെളിവ് നമ്മുടെ 5 വിരലുകളാണ്. ഒരു വിരൽ പോലെ വേറൊരു വിരൽ ഇല്ല. അപ്പോൾ വൈവിധ്യമാണ് പ്രപഞ്ചമെങ്കിൽ എൻ്റെ ഇഷ്ടപ്രകാരം പ്രപഞ്ചത്തെ മാറ്റിയെടുക്കാൻ എനിക്ക് സാധ്യമല്ല. അപ്പം നമ്മളുണ്ടല്ലോ, ജീവിതം സുഖമാവുമെന്ന് പറയുന്നത്, എൻ്റെ സുഖം എന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നതിനെയാണ് ഞാൻ നോക്കൂ. നിങ്ങൾ അമ്പലത്തിൽ പോകുന്നു, ഗുരുവായൂർ, നിങ്ങൾ വിചാരിച്ച പോലെ തിരക്കില്ലാതെ നിങ്ങൾക്ക് തൊഴാൻ പറ്റണം. അപ്പം നിങ്ങൾ പറയും ഇന്ന് സുഖമായി തൊഴുതു. അതല്ല, അന്നവിടെ വല്ല ശുദ്ധിയും വന്നു, നിങ്ങൾ അകത്തേക്ക് വിടുന്നില്ല, ഭയങ്കര ഇടി തിക്ക്, നിങ്ങളുടെ ഇഷ്ടപ്രകാരം കാര്യം നടക്കാഞ്ഞാൽ നിങ്ങൾ പറയും ഇന്ന് സുഖമായില്ല. കാരണം നിങ്ങൾ വിചാരിച്ച പോലെയല്ല കാര്യം നടക്കുന്നത്, ആണോ? അപ്പൊ നമ്മുടെ സുഖം എന്ന് പറയുന്നത് നാം വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നു കിട്ടുക, അനുകൂലമാവുക. അതാണോ ജീവിതം? അതോ വൈവിധ്യതയാണോ ജീവിതം? എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വൈവിധ്യതയിലൂടെ എങ്ങനെയാണ് തളരാതെ പതറാതെ കടന്നു പോവുക, അതല്ലേ വേണ്ടത്. ശരിയാണോ? ഞാൻ വിചാരിക്കുന്ന പോലെ ജീവിതം വരുമെന്ന് വിചാരിച്ച് അങ്ങനെ സ്വപ്നം കണ്ട് നാളെയൊക്കെ നേരെയാവും എന്ന് കരുതി ജീവിക്കുന്നതാണോ? ആരൊക്കെ ഏതൊക്കെ രീതിയിൽ പെരുമാറിയാലും വൈവിധ്യമാർന്ന സ്വഭാവത്തിലൂടെ ഞാൻ തളരാതെ പതറാതെ കടന്നു പോകുന്നതാണോ ജീവിതം? പറയൂ നിങ്ങൾ, ഏതായിരിക്കും ഈ ശാസ്ത്രീയവും യഥാർത്ഥവുമായ ജീവിതം? തളരാതെ പതരാതെ. അപ്പം പിന്നെ നമ്മൾ ആർജിക്കേണ്ടത് സുഖത്തിന് വേണ്ടിയാവരുത് ജീവിതം, മനോഫലത്തിന് വേണ്ടിയിട്ടായിരിക്കണം ജീവിതം. അതാണ് ഭാരതീയ സംസ്കാരം നമുക്ക് കാണിച്ചു തരുന്നത്. അല്ലേ ശരി? മനസ്സിന് ധൈര്യമുണ്ടോ? ആരൊക്കെ എങ്ങനെ പെരുമാറിയാലും അതൊക്കെ നമ്മൾ നിസ്സാരമായി കാണും. അതല്ല, ഒരു സ്വപ്നത്തിൽ അങ്ങനെ ജീവിച്ച് എല്ലാം അനുകൂലമായി വരുമെന്ന് കരുതി ഞാനിത് നിങ്ങളോട് പറയുന്നതിന് കാരണം ധാരാളം ഡിവേഴ്സ് കേസുകൾ കേട്ടിട്ടുള്ള ആളാണ് ഞാൻ. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു മാസം 10 ഞാൻ കേൾക്കാതിരിക്കില്ല. എത്രയെത്ര കുടുംബ യാതനകൾ മനസ്സിലാവുണ്ടോ? ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾ നോക്കൂ നിങ്ങൾ. അടുത്ത കാലത്ത് തന്നെ നിങ്ങൾ വായിച്ചു അറിയില്ല, ഈ ഡൽഹിയിൽ ഒരു പയ്യൻ, അവൻ്റെ ഭാര്യ ഡൽഹിയിൽ IT എല്ലാം MTech ഒക്കെ കഴിഞ്ഞ പിള്ളേരാണ്. അവൻ്റെ ഭാര്യ ഡൽഹിയിൽ, അവൻ ബാംഗ്ലൂരിൽ. ഭാര്യയോട് അവൻ പറഞ്ഞു ബാംഗ്ലൂരിലേക്ക് വരണമെന്ന്. ഇപ്പം ബാംഗ്ലൂരിൽ അവർക്ക് നല്ല ജോലിയില്ല. അപ്പോൾ അവൾക്കാണെങ്കിൽ പണം ആവശ്യമുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾ വലിയ വീടൊക്കെ വാങ്ങിച്ച് നിങ്ങൾ അതിന് ലോൺ അടച്ചു തീർക്കാൻ പറ്റാതെ എനിക്ക് ജോലി ചെയ്യാതെ പറ്റില്ല. അങ്ങനെ പറഞ്ഞു. 2 പേരും ഫൈറ്റായി. എന്തിനു പറയുന്നു? ഇവൻ അവളെ പിടിച്ചൊരൊറ്റ ഇടി വെച്ചെടുത്തു. ആ ഇടിച്ചത് തെറ്റിപ്പോയി, ബ്രെയിൻ ഇളകിപ്പോയി. ആ പെണ്ണ് അവിടെ വീണു, ബോധം കെട്ട് അത് മരിച്ചു. ഇപ്പോൾ അവൻ ജയിലിലാണ്. നോക്കൂ നിങ്ങൾ, തന്നെപ്പോലെ മറ്റൊരാളെ ചിന്തിക്കുമെന്ന് വിചാരിച്ചാൽ ജീവിതം സുഖമല്ലാവുക, ഉള്ള ജീവിതം നരകമായി മാറും. അതാണ് പലരുടെയും ജീവിതം എന്ന് കാണുന്നത്. ഇന്ന് പലരും നരകിക്കുന്നതിനതാ കാരണം. അതുകൊണ്ടാണ് നിങ്ങളുണ്ടല്ലോ മറ്റുള്ളവർ അതങ്ങനെ ചിന്തിക്കണോ ഇങ്ങനെ ചിന്തിക്കണോ അവരിങ്ങനെ പറയുന്നു എന്നൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നതൊക്കെ മറ്റൊരാളുടെ മനസ്സ് നിങ്ങളുടെ മനസ്സ് പോലെ പറയൂ ആക്കി തീർക്കാൻ ഈ ജന്മം നിങ്ങൾക്ക് സാധ്യമല്ല. പട്ടിയുടെ വാലിൽ കുഴലിട്ട് നിവർത്താൻ ശ്രമിക്കുന്ന പോലെയാണിത്. മനസ്സിലായില്ലേ? പട്ടിയുടെ വാലിൽ കുഴലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പണ്ടൊരാൾക്ക് റിസർച്ച് ചെയ്യാൻ തോന്നി പാലക്കാട്. പാവം പട്ടി എത്ര കാലമായി വാല് പൊക്കി നടക്കണു, ഒന്ന് താഴ്ത്തിക്കൂടെ അതിന്, പശുവിനെ പോലെ. എന്താ വഴി? ആരോ പറഞ്ഞത്ര ഇരുമ്പ് കുഴലിട്ട് കൊടുത്താൽ മതി. പാവം പട്ടിക്ക് ആ ഇരുമ്പ് കുഴൽ കാരണം വാലാട്ടാൻ പറ്റണില്ല. ഇന്നത്തെ പട്ടികളാണെങ്കിൽ
വളരെയധികം എനിക്ക് തോന്നുന്നു MBA പഠിച്ച പട്ടികളാണ് തോന്നുന്നു. പല പട്ടികളുണ്ടല്ലോ കഴിഞ്ഞ ജന്മം MBA പഠിച്ചിട്ടുണ്ട് തോന്നുന്നു. ഞാൻ നോക്കിയിട്ടുണ്ട് പല വീടുകളിലും ചെല്ലുമ്പോണ്ടല്ലോ പട്ടി ഇങ്ങനെ നോക്കും, വാലാട്ടണോ വേണ്ടയോ, ഇത് ആട്ടേണ്ട ടൈപ്പാണോ ആട്ടാൻ പാടില്ലാത്ത ടൈപ്പാണോ. അപ്പം നമ്മളൊന്ന് ചിരിച്ചാൽ ആദ്യം കിടി നാട്ടും. അപ്പോഴേക്കും വീട്ടിലുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ സ്വാമി ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, കാരണം വീട്ടുകാർ വരുന്നത് വളരെ സന്തോഷത്തോടു കൂടിയിട്ടായിരിക്കും. വീട്ടുകാർ സന്തോഷത്തോട് എന്താ ആട്ടലെന്നറിയും, കാരണം വീട്ടുകാരുടെ ആളാണെന്നുള്ള രീതിയിൽ. ഞാൻ അതേ വീട്ടിൽ നോക്കിയിട്ടുണ്ട്, വീട്ടിൽ വല്ല റെപ്രസെൻറ്റേറ്റീവും വരികയാണെങ്കിൽ ഇങ്ങനെ ആട്ടും. വീട്ടിലെ ആരെങ്കിലും പറയാണ് ഇപ്പം ആളില്ല, എപ്പോൾ ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാട്ടിൽ നിന്നിരുന്നു പിന്നെ കുരയ്ക്കാൻ തുടങ്ങി അവൻ. അപ്പോൾ അവന് മനസ്സിലായി ഇത് ആവശ്യമില്ലാത്ത ആളാണ്. നായ്ക്കൾക്കും മാനേജ്മെൻ്റ് അറിയാമെന്ന് പറയാം. ഒന്ന് ആദ്യം ഒന്ന് വാട്ടും, പിന്നെ നോക്കും ആട്ടണോ വേണ്ടയോ, ഇത് ഉള്ളിലേക്കുള്ള വർഗമോ പുറത്തേക്കുള്ള വർഗമോ, ഏത് വർഗമാണത് നോക്കിക്കോളൂ. ഇതൊക്കെ രസമാണ്, നല്ല രസമാണ് ഓരോന്ന് ഒബ്സേർവ് ചെയ്യാൻ. അപ്പം ഇയാൾക്കൊരു തോന്നൽ പട്ടിയുടെ വാല് നിവർത്തണം, താഴ്ത്തണം എന്ന്. 6 മാസം കുഴലിട്ടു. വീട്ടിലാണെങ്കിൽ പണ്ട് അടുപ്പിലൂതിയൊരു കുഴലും കിടക്കുന്നുണ്ട്. അപ്പം അത് ആവശ്യമില്ലാത്തതുകൊണ്ട് പട്ടിക്ക് ഇട്ട് കൊടുത്തു. പാവം 6 മാസം പട്ടിക്ക് ഇരിക്കാനും വഴിയില്ല, നിൽക്കാനും വഴിയില്ല. ഈ കാരണം ഇതങ്ങനെ പെൻഡുലം പോലെ തൂങ്ങിക്കിടക്കുകയാണ്. ഒരു 6 മാസം കഴിഞ്ഞ് അദ്ദേഹം എല്ലാ പത്രക്കാരെയും വിളിച്ചു, ഇതാ കണ്ടോളൂ, ലോകത്തിൽ ആദ്യമായി തൂങ്ങിക്കിടക്കുന്ന വാലുള്ള പട്ടി പാലക്കാട്. ആ കുഴലങ്ങോട്ട് വലിച്ചത് ബും എന്നൊറ്റ പോക്കാണത്. മനസ്സിലായി? ഇതുപോലെ നിങ്ങൾ ഒരാളുടെ സ്വഭാവവും നിങ്ങൾ വിചാരിച്ച പോലെയാക്കാൻ നിങ്ങൾ പരാജയപ്പെടും. സാഷ്ടാംഗം നമസ്കരിക്കും നിങ്ങൾ. നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് വൈവിധ്യതയാണ് പ്രപഞ്ചമെങ്കിൽ നാം എല്ലാം ഒരുപോലെയാകുമെന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ്. അപ്പം പിന്നെ എന്താ വേണ്ടത്? ഈ വൈവിധ്യതകളിലൂടെയൊക്കെ തളരാതെ പതറാതെ കടന്നു പോവാനുള്ള മനോബലം. ഈ മനോബലം എങ്ങനെ നേടാം? അതിന് ഒരു വശത്ത് നിരന്തരമായ ധ്യാനം, മറുവശത്ത് ജീവിതം എങ്ങനെ ജീവിക്കണം, അതിൻ്റെ പേരാണ് യജ്ഞവരാഹം എന്ന് പറയുന്നത്. ഇവിടെ യജ്ഞവരാഹത്തെ അവതരിപ്പിക്കുകയാണ്. പണ്ട് യജ്ഞവരാഹം പ്രകടമായി ഹിരണ്യാക്ഷനെ വധിക്കുന്ന കഥ പറയുകയാണ്. അപ്പം കഥ ഇതാണ്. ദിതിദേവിയുടെ 2 മക്കൾ, ഒന്ന് ഹിരണ്യാക്ഷനും ഹിരണ്യകശിവും. ഹിരണ്യാക്ഷൻ ഭൂമിയെ കൊണ്ടുപോയി. ആ ഭൂമിയെ കൊണ്ടുപോയ സമയത്ത് സ്വയംഭൂമനുവിന് താമസിക്കാൻ ഇടമില്ലാതെ വന്നപ്പോൾ, ശതരൂപാദേവിയോട് ജീവിക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ ബ്രഹ്മാവിൻ്റെ അടുത്ത് നിന്നും ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്ന് അങ്കുഷ്ടരൂപത്തിലൊരു രൂപം പ്രകടമായെന്നും ആ രൂപത്തെ എല്ലാവരും സ്തുതിച്ചു. യജ്ഞവരാഹത്തെ പറഞ്ഞു, എല്ലാവരും കൂടി ചേർന്ന് യജ്ഞായ യജ്ഞപതയെ എന്ന് പറഞ്ഞ് സ്തുതിച്ച് നമോ ഭഗവാനെ വിളിക്കുന്നത് വിദ്യാഗുരവേ നമോ നമാന. അങ്ങനെയുള്ള ഗുരുവിനെയൊക്കെ വന്ദിച്ച് വരാഹം വെള്ളത്തിനടിയിലേക്ക് ചെന്ന് ഹിരണ്യാക്ഷനെ വെല്ലുവിളിച്ച് തേറ്റമേൽ ഭൂമിയെ കൊണ്ടുവന്ന് സ്ഥാനത്തിരുത്തി. അങ്ങനെയൊക്കെയല്ലേ കഥ. ഹിരണ്യാക്ഷനെ വധിച്ചു എന്നാണ്. ഈ കഥകളൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഉണ്ടല്ലോ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഈ കഥകൾ. അല്ലെങ്കിലൊക്കെ LKG കുട്ടികളുടെ കഥ പോലിരിക്കും. കുട്ടികൾ വല്ല ചോദ്യം ചോദിച്ചാൽ ഉത്തരം ഉണ്ടാവില്ല. വെള്ളത്തിൻ്റെ ഉള്ളിൽ ഭൂമി കൊണ്ടുപോയിട്ടു എന്ന് പറഞ്ഞാൽ ഈ സ്വയംഭൂമനൊക്കെ അപ്പം എവിടെയായിരുന്നു? ഈ വരാഹവും മറ്റും എവിടെയായിരുന്നു? ഹിരണ്യാക്ഷനൊക്കെ 24 മണിക്കൂർ വെള്ളത്തിലായ കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുമോ ആള്? അപ്പോൾ ഇവിടെ ചില വാക്കുകളുടെയൊക്കെ അർത്ഥമുണ്ടല്ലോ, നാം ശാസ്ത്രീയമായി മനസ്സിലാക്കണം. ഭൂമി എന്നുള്ളതിന് ഭൂമിക എന്നാണ് അർത്ഥം, മനസ്സ് എന്നാണ് അർത്ഥം. ഇപ്പോൾ ഭൂമിയെ ഹിരണ്യാക്ഷൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിനെ താഴ്ത്തി എന്നർത്ഥം. എങ്ങോട്ട് താഴ്ത്തി? ആര് താഴ്ത്തി? ഹിരണ്യ അക്ഷൻ. ഹിരണ്യം എന്ന് പറഞ്ഞാൽ സമ്പത്ത്, അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണ്. അതായത് സുഖം തരുന്ന സമ്പത്ത് പുറത്താണെന്ന് മനസ്സുറപ്പിച്ച കണ്ണുറപ്പിച്ച ആളുകളെയാണ് ഹിരണ്യാക്ഷൻ എന്ന് പറയുന്നത്. ഹിരണ്യ അക്ഷൻ, ഹിരണ്യം സ്വർണം അല്ലെങ്കിൽ സമ്പത്ത്. അപ്പൊ സുഖം തരുന്ന സമ്പത്ത് പുറത്താണെന്ന് മനസ്സുറപ്പിച്ചവരൊക്കെ ആരാണ്? സീരിയലിലാണ് സുഖമെന്ന് നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ല. സീരിയലിലാണ് സുഖമെന്ന് നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പറയൂ.
നിങ്ങളൊരു ഹിരണ്യാക്ഷനാണ്. ഓ, അത് പറയാൻ എന്തൊരു വിഷമം. നമ്മളൊക്കെയാണ് ഹിരണ്യാക്ഷൻ. അല്ല, നിങ്ങൾ വിചാരിക്കേണ്ടത് പഴയ കഥയാണെന്ന്. പുറത്താണ് സമ്പത്ത് സുഖം എന്ന് കരുതി ജീവിക്കുന്ന ഹിരണ്യാക്ഷൻ അവരെന്ത് ചെയ്യും? വിഷയങ്ങളിലേക്ക് മനസ്സിനെ താഴ്ത്തും. സംസാര സാഗരേ മഗ്നം. ഇതൊക്കെയാണ് സത്യം. അപ്പൊ ഈ മനസ്സിനെ, ഇപ്പൊ നമ്മുടെ മനസ്സ് പലതിലുമാണ് സുഖം എന്ന് കരുതിയിട്ടുണ്ട്. നമ്മളൊക്കെ ഒരു ഹിരണ്യാക്ഷന്മാരാണെന്ന് നമ്മൾ പലരും തിരിച്ചറിയുന്നില്ല. അപ്പൊ ഈ ഹിരണ്യാക്ഷനിൽ നിന്ന് എങ്ങനെ മനസ്സിനെ കൊണ്ടുവരാം? അതിനാണ് യജ്ഞവരാഹം. യജ്ഞം എന്നതിന് 3 അർത്ഥങ്ങളാണുള്ളത്. എന്താണത്? സഹകരണം, സമർപ്പണം, സ്വീകരണം. ഇതാണ് യജ്ഞം. അതായത് നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ഒരു ഹോമകുണ്ഡത്തിലേക്ക് സാധനങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങനെ സമർപ്പിക്കണമെങ്കിൽ ആ ഒരു കാര്യത്തോട് എല്ലാവരും സമർപ്പിക്കാൻ ഒരാൾ വേണം. അത് സംഘടിപ്പിക്കുന്നു, പലതും അല്ലേ, അങ്ങനെ സഹകരിക്കണം. അപ്പൊ ആദ്യം സഹകരണം, പിന്നെ കൊണ്ടുവന്നതിനെ സമർപ്പിക്കണം, പിന്നെ അതിൽ നിന്ന് കിട്ടുന്നതിനെ പറയൂ സ്വീകരിക്കണം. നിങ്ങൾ ഗണപതി ഹോമപ്രസാദമൊക്കെ മേടിക്കാറില്ലേ? ശ്രദ്ധിക്കും, നിങ്ങൾ ഒരു ഗണപതി ഹോമം ചെയ്യണം. അപ്പം അതിനൊരു തിരുമേനി വേണം. അതിൻ്റെ സംഘാടകരാദ്യം ഹോമകുണ്ടൊക്കെ തയ്യാറാക്കണം. പൂജാരി വരുന്നു, അതിൽ സാധനങ്ങളൊക്കെ തയ്യാറാക്കി അത് ഓരോരുത്തർ കൊണ്ട്, വിറക് ഒരാളായിരിക്കാം, പലരും പലതും കൊണ്ടുപോകും, നെയ്യ് പലതും വേണ്ടേ. നിങ്ങളും കുറേ സാധനങ്ങൾ കൊണ്ടുവരുന്നു. കൊണ്ടുവരുന്ന സാധനം അതിലേക്ക് പറയൂ സമർപ്പിക്കുന്നു. അവസാനം അതിൽ നിന്ന് കിട്ടുന്ന പ്രസാദം നിങ്ങൾ സ്വീകരിക്കുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി വേണമെങ്കിൽ പറയാം, നിങ്ങൾ അതിനെ വിതരണം ചെയ്യുന്നു. 4 കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ മനസ്സിനെ ഉയർത്താനുള്ള വഴി. അതെന്താണ്? വളരെ ശ്രദ്ധിക്കുക. എന്താ ഭാവന നോക്കൂ. നല്ല കാര്യങ്ങളിൽ സഹകരിച്ചു കൊണ്ടേയിരിക്കുക. നല്ലതിൽ നിങ്ങൾ സഹകരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. യജ്ഞങ്ങള്, ക്ഷേത്രകാര്യങ്ങൾ നോക്കൂ. നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ പ്രയോജനപ്പെടുത്താം. എല്ലാവരും ഒന്ന് സഹകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ വലിയ സർവകലാശാലകളാക്കാം. നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചാൽ മതി. പക്ഷെ നമ്മൾ വിചാരിക്കില്ല എന്നുള്ള കാര്യം ഏറ്റവും വലുത്. കാരണം നമുക്ക് ഈ കാര്യത്തിൽ മാത്രം വിചാരമില്ല. ബാക്കി എന്ത് വേണമെങ്കിലും അമ്പലത്തിൽ ഉച്ചയ്ക്ക് അത് ഞാൻ സഹകരിക്കുകയാണ്. ബാക്കി ഇരുന്നാൽ നിങ്ങൾ ഒരു മണിക്കൂർ അമ്പലത്തിൽ വന്ന് നമുക്ക് കുറേ ആളുകളെ ഒന്ന് കൂട്ടി കുറച്ച് നാമസങ്കീർത്തനം നടത്താം. ഇന്ന് പറ്റില്ല. ഇന്നൊരു പ്രസവത്തിന് പോകേണ്ടതുണ്ട്. എവിടെ പ്രസംഗിക്കാൻ പോവുകയാണ് ആള്, എന്നാലും പോവില്ല. നോക്കൂ, നിങ്ങൾ നല്ല കാര്യം വരുമ്പോൾ പലരും പുറകോട്ട് നിൽക്കും. നിങ്ങളൊക്കെ ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഇത്രയും ആളുകൾ മതി ഈ രാജ്യം, ഈ പാലക്കാട് നന്നാവാൻ ഇത്രയും ആളുകൾ മതി. പക്ഷെ പാലക്കാട് നന്നാവില്ല, കാരണം നിങ്ങൾ തീരുമാനിക്കില്ല. അയ്യേ, പാലക്കാട് അങ്ങനെയൊന്നും നന്നാവേണ്ട സ്വാമി. നമ്മൾ ആ ഉത്തരവാദിത്വം ഒന്ന് ഏറ്റെടുക്കണം. നല്ലതിനോട് ഇപ്പം നോക്കൂ, ഇത്രയും വലിയ പന്തൽ, ഇത്രയും വലിയ സൗകര്യം, അതൊരു വലിയ കൂട്ടായ സഹകരണത്തിൻ്റെ വിജയമല്ലേ അത്? ആണോ അല്ലയോ? അപ്പം നമുക്ക് എല്ലാവർക്കും അങ്ങനെയൊരു ബോധം വരണം. സഹകരിക്കണം എന്ന്. പലരും സഹകരിക്കണം. ഞാൻ പറഞ്ഞു, ഈ ശ്യാംജിയോട് പറഞ്ഞു, അടുത്ത വർഷം ഞാൻ ഡേറ്റ് തരണമെങ്കിൽ എനിക്ക് 10,001 വീടുകളിൽ നിന്ന് വിഗ്രഹം സ്റ്റേജിൽ വെച്ചിരിക്കണം എന്നാണ്. അത്ര ഗംഭീരമായ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഞാൻ വരും എന്നുള്ളത്. അപ്പോൾ എല്ലാവരും വിചാരിച്ചാൽ 10,000 വീട്ടിൽ നിന്നൊക്കെ ഓരോ വിഗ്രഹങ്ങൾ നമുക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റും. പക്ഷെ എത്ര പേര് തയ്യാറാവും എന്നുള്ളതാണ്. എത്ര പേര് തയ്യാറാവും? 100 വീടുകൾ കയറി ഇറങ്ങാൻ എത്ര പേര് തയ്യാറാവും? 100 വീടുകൾ. നമുക്ക് ഒന്നിച്ച് മാറ്റം വരുത്താം. നമ്മളതിനു വേണ്ടി സഹകരിക്കണം. അതാണ് ഏറ്റവും വലിയൊരു വാക്ക്. നിങ്ങൾ വിചാരിക്കരുത്, നമ്മൾ നോക്കൂ, ദൈവം ഒരു അമ്പലത്തിൽ നിന്നല്ല അനുഗ്രഹിക്കണം. നമ്മൾ നല്ലതിനോട് കൂടുന്തോറും നിങ്ങളറിയില്ല നിങ്ങളുടെ മനസ്സ് പരമാത്മാവിലേക്ക് അടുക്കുന്നുണ്ട് എന്നുള്ളത്. മനസ്സിലായില്ലേ? നല്ലതിങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നാൽ മതി. എന്താ അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലത് ചെയ്യും തോറും നമ്മുടെ മനസ്സിലെ പല സ്വഭാവങ്ങളും നമ്മളിൽ നിന്നും അകന്നു പോകുന്നുണ്ട്. നിങ്ങളറിയാത്തൊരു ശുദ്ധീകരണം സംഭവിക്കുന്നുണ്ട്. കൃഷ്ണൻ തന്നെ പറയുന്നുണ്ടത്. ദാനം സ്വധർമ്മോ 11-ാം സ്കന്ധം 23-ാം അധ്യായം
46 ശ്ലോകം. ദാനം സ്വധർമ്മോ നിയമോ യമശ്ച ശ്രുതം ച കർമാണി ച സദ്വ്രതാനി സർവേ മനോനിഗ്രഹലക്ഷണാന്തം പരോഹി യോഗോ മനസസമാധി. നിങ്ങളുടെ ഉള്ളിലൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കും. നല്ല കർമ്മങ്ങളിലേക്ക് മനസ്സുയരും തോറും സർവേ മനോനിഗ്രഹം, വേണ്ടാത്തതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിഗ്രഹിച്ച് പരോഹിയോഗോ, പരമമായ ഒരു യോഗം, മനസ്സ് കൂടുതൽ കൂടുതൽ, ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം പിടികിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പരോയോഗം എന്ന് പറഞ്ഞാൽ പരമാത്മാവുമായി മനസ്സ് അടുത്തു വരും. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? പക്ഷെ നമ്മളൊരു ആലസ്യം പൊട്ടിക്കേണ്ടതുണ്ട്. നമ്മുടെയൊക്കെയുള്ളൊരു പ്രശ്നം അതാണ്. നമ്മുടെയൊക്കെ ഒരു സീല് നമ്മൾ പൊട്ടിക്കേണ്ടത്. ഈ സീൽ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സീല് നമ്മൾ വെച്ചു കഴിഞ്ഞു. എന്താണത്? അങ്ങനെയൊന്നും പുറത്തിറങ്ങില്ല, ഞാൻ പ്രവർത്തിക്കില്ല, ആരെങ്കിലുമൊക്കെ ഒരുക്കി തന്നാൽ ഞാൻ സ്വാഹ പറയും. നിങ്ങൾ ഒരാൾ മുന്നോട്ട് വെച്ചാൽ മതി, ഒരു സ്റ്റെപ്പ്, ഈ മാറ്റം വരുത്താൻ സാധിക്കും. ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെ ഏത് മാറ്റവും പറയൂ. അതാണ് ആദ്യത്തെ വാക്ക്, സഹകരണം. സഹകരിക്കൂ നിങ്ങൾ. രണ്ടാമത്തതാണ് സമർപ്പണം. സഹകരിച്ചു കഴിഞ്ഞാൽ നാം ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ മനസ്സ് അതിലേക്ക് അങ്ങോട്ട് സമർപ്പിക്കാൻ സാധിക്കുന്നു. സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകളുടെ കൂടെ പ്രവർത്തിക്കുമ്പോഴും വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരും. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പലപ്പോഴും ഉണ്ടല്ലോ ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ അതാണ്. രാഷ്ട്രീയവും മറ്റുള്ള കാര്യങ്ങളൊക്കെ സംഘടനകൾ നോക്കൂ, ആളുകൾ സഹകരിക്കും, പിന്നെ പിളരാൻ തുടങ്ങും. കാരണം ഒരാളുടെ ആശയത്തോട് വേറൊരാൾക്ക് യോജിക്കാൻ വരില്ല. അങ്ങനെ കേരളത്തിൽ 1000 കോൺഗ്രസ് വന്നത്, ജെ കോൺഗ്രസ്, ഐ കോൺഗ്രസ്, പി കോൺഗ്രസ്, ടി കോൺഗ്രസ്, അവസാനം ഒരു കോൺഗ്രസ് കൂടെ വരും, ക്യൂ കോൺഗ്രസ്, ക്യൂ നിൽക്കുന്ന കോൺഗ്രസ് വരെ വരും. പക്ഷെ ഞാൻ ലോകത്തിൽ ഏറ്റവും കേരളത്തിലാണ് കണ്ടിട്ടുള്ളത് ആ ഒരു സമർപ്പണ മനോഭാവം. എന്താ ഒരു ക്യൂ നിൽക്കല്, പരസ്പരം തൊടാതെ നിശബ്ദരായി ശാന്തരായി. പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറയുന്നത് ഗുരുവായൂരമ്പലത്തിലാണ്. നിങ്ങൾക്കറിയാം അത് ഗുരുവായൂരിൽ ഒരിക്കലും സംഭവിക്കില്ല. അത് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്താ ഒരു അച്ചടക്കം! പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ അവർ പരിപൂർണമായി അത് സ്വീകരിച്ച് പിന്നെ അവർ വിതരണം ചെയ്തു. അവരെ ഇതാ കിടക്കണു റോട്ടിൽ. ഒരു സ്ത്രീയുടെ ഭർത്താവ് കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ റോട്ടിൽ കിടക്കും, ചിലപ്പോൾ കട്ടറിൽ കിടക്കും, ചിലപ്പോൾ കണ്ടവരുടെ വീട്ടിൽ കിടക്കും, ചിലപ്പോൾ കടയിൽ കിടക്കും. ഒരു ദിവസം ആൾ മരിച്ചു. അപ്പോൾ ബന്ധുമിത്രാദികളൊക്കെ വന്ന് ഇവരെ സമാധാനിപ്പിക്കുകയാണ്. വിഷമാണ്, ഭർത്താവല്ലേ മരിച്ചത്, ദുഃഖമൊക്കെ ഉണ്ട്, ഞങ്ങൾക്കറിയാം, എന്നാലും ഇനി അയാളുടെ ദ്രോഹമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഈ സ്ത്രീയെ സമാധാനിപ്പിച്ചപ്പം ആ സ്ത്രീ പറയാണ്, എനിക്കിപ്പോൾ അദ്ദേഹം മരിച്ചതിൽ ഒരു സന്തോഷമുണ്ട് എന്ന്. അതെന്താണെന്ന് ചോദിച്ചവൻ പറയാണ്, ഇപ്പോൾ എവിടെയാ കിടക്കണത് എന്ന് ഒരു ഉറപ്പുണ്ടല്ലോ പറയാനെന്ന്. ഇതുവരെ ആ ഉറപ്പില്ല അദ്ദേഹത്തിൻ്റെ. ഇന്ന് റോട്ടിലാവും, നാളെ കട്ടറിലാവും. ഇന്ന് മുതൽ എനിക്ക് ഉറപ്പായി പറയാം എവിടെയാണ് കിടക്കണത്. ഇനി അവിടെ നിന്ന് എണീറ്റ് പോയാൽ പറ്റില്ല. ഈ രീതിയിലുള്ള ഡിസിപ്ലിൻ അല്ല പറയുന്നത്, സഹകരണം അല്ല പറയുന്നത്. അപ്പം നല്ല കാര്യത്തിൽ സഹകരിക്കണം, നല്ലതിൽ മനസ്സിനെ അർപ്പിക്കണം എന്ന് പറഞ്ഞാൽ നാം എന്തൊരു ലക്ഷ്യമാണോ നേടാനുള്ളത് അത് പലരും നല്ല അഭിപ്രായങ്ങൾ പറയുമ്പം അതൊക്കെ ഉൾക്കൊള്ളാനും നല്ലതിനെയൊക്കെ ഉൾക്കൊള്ളാനും വിമർശനങ്ങളെയൊക്കെ വിടാനൊക്കെ ഉള്ളൊരു മനസ്സിനെയാണ് സമർപ്പണം എന്നൊക്കെ പറയുന്നത്. എങ്കിലേ അങ്ങനെയാണ് ഈ ആത്മീയ പ്രസ്ഥാനങ്ങളൊന്നും വലിയ തകർച്ചയില്ലാത്തത്. മനസ്സിലായില്ലേ? ആത്മീയ പ്രസ്ഥാനങ്ങൾ വലിയ തകർച്ചയില്ലാത്തതിൻ്റെ കാരണം അവിടെ വിമർശനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആളുകൾ അതിനെ വിട്ടേക്കുക, എന്താ കാര്യമായിട്ട് എടുക്കണ്ട, എന്തായാലും നമ്മുടെ ലക്ഷ്യം നിറവേറ്റിയാൽ പോരെ. അപ്പോൾ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് മനസ്സ് ഉയർത്തുമ്പോൾ പലരും പല രീതിയിൽ വിമർശിക്കും. പ്രത്യേകിച്ച് നമ്മുടെ നല്ല കാര്യങ്ങളിൽ ആരെങ്കിലും ഇറങ്ങുമ്പോൾ അതിനെ വിമർശിക്കാൻ കുറേ കൂട്ടരുണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊരു ഗ്രൂപ്പുണ്ട്,
അവർ നോക്കുകൂലിയുടെ ആൾക്കാരാണ്. ഇനി നോക്കുകൂലി എന്നുള്ളത് കേവലം ജോലിയിൽ മാത്രമല്ല, ചിലവർക്ക് എന്താ അറിയോ, വിമർശിച്ചുകൊണ്ട് അതൊരു കൂലിയാണ്, അവർക്ക് ഒന്നും ചെയ്യില്ല, പക്ഷെ വിമർശനത്തിൽ അവർ ഗംഭീരന്മാരാണ്. ഒന്ന് ചെയ്ത് കാണിച്ചു തരുമോ? ഈ രാഷ്ട്രീയമുണ്ടാക്കിയ വലിയൊരു ദ്രോഹമാണത്. ഒരു നല്ല കാര്യം ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പം അതിനെ വിമർശിക്കാൻ, എന്നാൽ നിങ്ങളൊന്ന് ചെയ്യൂ, അത് പറ്റില്ല. നോക്കൂ, നിങ്ങൾ സത്യസായി ബാബയെ വിമർശിക്കുന്ന എത്രയോ ആളുകളുണ്ട്. എന്നാൽ ബാബ അദ്ദേഹം ആരാവട്ടെ, അദ്ദേഹം ചെയ്തതിൻ്റെ 1% പോലും ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ലോകത്തിൽ എവിടെയുണ്ട് ഫ്രീ ആയിട്ട് ഹാർട്ട് സർജറി ചെയ്യുന്നത്? ഒരു രാഷ്ട്രീയക്കാർക്ക് നിങ്ങൾ കണ്ടോ പത്രത്തിൽ? കോൺഗ്രസിൻ്റെയും BJPയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ അക്കൗണ്ട് എടുത്ത് നോക്കൂ. പത്രത്തിൽ നോക്കിയില്ലേ നിങ്ങൾ? 10,000 കോടി, 20,000 കോടി, 9,000 കോടി, 400 കോടിയൊക്കെയാണ് അവർ അസറ്റ്. ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ. നോക്കൂ നിങ്ങൾ ആ വീക്ഷണമില്ല. ഇന്ന് ബസ് സമരമാണ്. എന്തേ നമ്മുടെ ഗവൺമെന്റിൽ ഡിപ്പോയിൽ ഇഷ്ടമാതിരി KSRTC ബസ്സിൽ ചെയ്തിടാൻ പറ്റില്ല, ഇടില്ല അവർ. കാരണം ജനങ്ങൾ നന്നായി പോയാൽ കുഴപ്പമാണ്. ജനങ്ങളെ എത്ര ദ്രോഹിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ കാഴ്ചപ്പാട് ഇതാണ് ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങളോട് ജനങ്ങൾക്ക് ആദരവ് വരുന്നത്. നമ്മുടെ ആളുകൾ അമേരിക്കയിലൊക്കെ സെറ്റിൽ ചെയ്താലുണ്ടല്ലോ, ഇങ്ങോട്ട് വരാത്തത് അതാണ്. കാരണം അവിടുത്തെ നേരെ വിപരീതമാണ്, ചിന്തനം വേറെയാണ്. മനസ്സിലാവുണ്ട്? നിങ്ങൾ ഒബാമയുടെയൊക്കെ സ്പീച്ച് എടുത്ത് നോക്കൂ. അമേരിക്കൻ കൺട്രി, അമേരിക്കൻ കൺട്രി, അമേരിക്കൻ കൺട്രി, വി അമേരിക്കൻ. നമ്മൾ ഭാരതീയരാണെന്ന് പറയുന്നവർ തന്നെ എത്ര പേരുണ്ട്? നമ്മൾ കമ്മ്യൂണിസ്റ്റുകളാണ്, നമ്മൾ കോൺഗ്രസ്സുകളാണ്, നമ്മൾ അതാണ് ഇതാണ്, നമ്മൾ മുസ്ലിങ്ങളാണ്, ക്രിസ്ത്യാനികളാണ്. ഭാരതീയരെന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ആ കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട്. ഒരു രാഷ്ട്രം അങ്ങനെയാണ്. അതുകൊണ്ട് ആ നാടിനോട് അവർക്ക് റെസ്പെക്റ്റ് ഉണ്ട്, ആ നാടിനോട് ഒരു ആദരവുണ്ട്. നമ്മുടെ നാടിനോട് നമുക്ക് പലപ്പോഴും ആദരവ് നഷ്ടപ്പെടുന്നത് ഇതുകൊണ്ടാണ്. ഇത് കൊണ്ടു നടക്കുന്ന ആളുകൾ ആ രീതിയിലല്ല ഇതിനെ കാണുന്നത്. ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, പറഞ്ഞു വരുന്നത് സഹകരണം, പറയൂ, സമർപ്പണം, അവസാനത്തതാണ് സ്വീകരണം എന്നുള്ളത്. എന്താണ് സ്വീകരിക്കേണ്ടത്? നാം എന്ത് കാര്യങ്ങൾ നല്ലത് ചെയ്താലും അവസാനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ലത് മാത്രമേ, ജീവിതത്തിൽ നല്ലത് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കും ഒരു ധീര മനസ്സ്. അത് നിങ്ങൾക്ക് സ്വീകരിക്കാം, നിങ്ങൾ ധീരരായിത്തീരും. അങ്ങനെ ഒരു ധീര മനസ്സിനെ സ്വീകരിക്കാനും അതേ ധീര മനസ്സിലേക്ക് മറ്റുള്ളവരെ നയിക്കാനുമൊക്കെ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഒരു യജ്ഞവരാഹമായി, വരാഹം എന്നത് പന്നി എന്നാണ് പൊതുവെ അർത്ഥം. ഇവിടെ യജ്ഞവരാഹം എന്തിനാ ഭഗവാനെ പന്നി രൂപത്തിൽ വെച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പന്നിയുടെ ഒരു പ്രത്യേകത, എല്ലാ വൃത്തികേടുകളുടെ ഉള്ളിലിരുന്ന് ആ വൃത്തികേടിനെയെല്ലാം വൃത്തിയാക്കുന്ന ജീവിയാണ് പന്നി. അപ്പം ഇവിടെ ഭഗവാൻ പന്നിയുടെ രൂപത്തിൽ വന്നു പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളെ അതെല്ലാം എടുത്തു മാറ്റി നമ്മുടെ മനസ്സിനെ, പറയൂ, പരിശുദ്ധീകരിക്കാൻ അതിന് ഉതകുന്ന ഒരു ജീവിത രീതിയാണ് യജ്ഞം. അപ്പം നല്ല കാര്യങ്ങളിൽ എവിടെയായാലും സഹകരിക്കാനും അതിൽ മനസ്സിനെ, പറയൂ, സമർപ്പിക്കാനും അതിലൂടെ ഒരു നല്ല മനസ്സിനെ സ്വീകരിക്കാനും. ഞാൻ പറയുന്നതുണ്ടല്ലോ, നിങ്ങൾ ഒന്ന് ഇറങ്ങി പ്രവർത്തിക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. പലപ്പോഴും നമ്മളുണ്ടല്ലോ, നല്ല കാര്യങ്ങളിൽ ഇറങ്ങും തോറും നല്ല സംഘങ്ങൾ ഉണ്ടായി വരും. നല്ല സംഘങ്ങൾ ഉണ്ടാകും തോറും പരസ്പരം നമുക്ക് ഒരാളെ വേറൊരാൾക്ക് സഹായിക്കാൻ സാധിക്കും. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? അങ്ങനെയൊരു നല്ലൊരു സംഘം സമൂഹത്തിൽ, സത്സംഗം ഉണ്ടായാൽ തീർച്ചയായിട്ടും ആ സൊസൈറ്റി ഒരിക്കലും നശിച്ചു പോവുകയില്ല. അതാണ് ആ സമൂഹത്തിൻ്റെ നന്മ. ഇന്ന് നമുക്ക് അത്തരത്തിലുള്ള ഒരു സൊസൈറ്റി നഷ്ടപ്പെട്ടു പോയി. ശ്രദ്ധിച്ചു പണ്ട് കാലത്ത് നോക്കൂ നിങ്ങൾ, വീടുകളൊക്കെ വാതിൽ തുറന്നിട്ട് ഇരിക്കാമായിരുന്നു. ഇന്നിപ്പോൾ വാതിൽ തുറന്നിടാൻ പറ്റുമോ? ഇപ്പം കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നൊരു റിപ്പോർട്ട്, ഞാൻ തിരുവനന്തപുരത്തിരിക്കുമ്പോൾ പറയുന്നു, ആരോ വീട്ടിൽ ഭർത്താവ് പുറത്തു പോയി, വീട്ടിൽ പൈപ്പ് കേടുവന്നപ്പോൾ കൊണ്ടുവന്ന ഒരു പ്ലംബറെ. ഇവൻ പ്ലംബിംഗ് വർക്കിന് വന്ന സമയത്ത് നോക്കുന്ന സമയത്തുണ്ട്, വീട്ടിലെ സ്ത്രീ, ഭാര്യ, അമ്മയ്ക്ക് കഴുത്തിൽ നല്ല വണ്ണമുള്ള മാല,
1-2 മാലകൾ, കമ്മല്, ഇതൊക്കെ കണ്ടപ്പോൾ അവന് തോന്നി ഇപ്പോൾ കിട്ടിയ സമയമാണെന്ന്. പ്ലംബിങ്ങിന് വേണ്ടി വന്ന പൈപ്പ് എടുത്ത് ആ സ്ത്രീയുടെ തലയ്ക്ക് ഒരു തട്ടാണ് കൊടുത്തു. അതവിടെ ബോധം കെട്ട് വീണു. ഇവൻ അതൊക്കെ അഴിച്ചെടുത്ത് രക്ഷപ്പെടുകയും ചെയ്തു. ആ സ്ത്രീ മരിച്ചു. അവൻ അറസ്റ്റിലായി. അങ്ങോർക്ക് ഭാര്യയും പോയി. നോക്കൂ നിങ്ങൾ, ഇതൊക്കെ ഒരു നിമിഷം കൊണ്ട് മനസ്സിൽ വരുന്ന ഒരു കാമം. അല്പം അത് പണം കിട്ടിയാൽ നോക്കൂ, ഇപ്പം ആ സ്വർണം കൊണ്ട് അവൻ എന്ത് പ്രയോജനം ഉണ്ടായി? മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? പക്ഷെ ആ സമയത്ത് അതിങ്ങനെ തോന്നുന്നു. ഇതൊക്കെ എന്താ വെച്ചാൽ തെറ്റായ കൂട്ടുകെട്ടിലൂടെ വേണ്ടാത്ത ജീവിത രീതി ഉണ്ടാക്കി, വൈകുന്നേരം ആകുമ്പം നല്ല വില പിടിച്ച സാധനങ്ങൾ കുടിക്കണം, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വന്ന് ആ പണത്തിനോടുള്ള ആർത്തി. അപ്പോൾ എങ്ങനെയൊക്കെ പണം ആർജിക്കാൻ പറ്റുന്നതാണ്. അവൻ ഈ സ്വർണം കാണുമ്പോൾ അവൻ വേറെ ജീവിതമാണ് കാണുന്നത്. പക്ഷെ അവൻ അറിയുന്നില്ല ഇതൊക്കെ താളം തെറ്റി അപകടത്തിലാകുമെന്ന്. ഇനി ഇവനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജയിലുകൾ അതിലും തല്ലിപ്പൊള്ളി, അവിടെയും മോശമാണ്. ആ സത്യത്തിലുണ്ടല്ലോ, ഈ ലോകത്തിൽ ഒരു നന്മ വരുത്തണം എന്നുണ്ടെങ്കിൽ ഈ ജയിലുകളിലൊക്കെ നിങ്ങളൊക്കെ ഒന്ന് എഴുതു, പത്രത്തിലൊക്കെ ഒന്ന് ജയിൽ കുറ്റവാളികൾക്കൊന്നും മുളക്, ഉള്ളി തുടങ്ങിയ ഫുഡൊന്നും കൊടുക്കരുത്. വാസ്തവത്തിൽ ഉപ്പില്ലാത്ത ഭക്ഷണം കൊടുക്കണം. ദിവസവും അവരെ കൊണ്ടൊരു 101 പ്രാവശ്യം ഏത്തടിയിപ്പിക്കുക, ഒരു 20 മിനിറ്റ് ധ്യാനിപ്പിക്കുക. എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും അവർ ജയിലിൽ നിന്ന് വരുമ്പോൾ ഒരു മഹാനായിട്ടുണ്ടാവുന്നു. പക്ഷെ ഗവൺമെൻറ് അവരെ ചെയ്യില്ല. കാരണം അവർ മഹാന്മാരായ വീണ്ടും ഇവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. നോക്കൂ നിങ്ങൾ, സത്യമാണ്. എത്ര നോക്കൂ, നമ്മുടെ ആളുകളെ പരിവർത്തനം വരുത്തിയെടുക്കാനുള്ള കലകൾ ഋഷിമാർ കണ്ടെത്തിയിരുന്നു. മനസ്സിലായില്ലേ? ഫുഡിലൂടെ അത് സാധിക്കും. അതുപോലെ തന്നെ ചില യോഗനിഷ്ഠകളിലൂടെ സാധിക്കും, ധ്യാനത്തിലൂടെ സാധിക്കും. പറയുന്നത് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഏതായാലും ഇപ്രകാരം ഈ യജ്ഞവരാഹത്തെ അവതരിപ്പിച്ച് അടുത്തതാണ് കാപിലിയോപാഖ്യാനം. ശ്രീമദ് ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കാപിലിയോപാഖ്യാനം. ഇവിടെ ഒരു കഥയിലേക്ക് അതിനെ ഘടിപ്പിക്കുന്നത് എങ്ങനെയാണ്? സ്വയംഭൂമനുവും ശതരൂപാദേവിയും ചേർന്ന് ഭൂമിയിൽ വസിക്കുന്നു. അവർക്ക് 5 കുട്ടികളുണ്ടാവുന്നു. 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളും. അതിൽ ആദ്യത്തെ പെൺകുട്ടിയായിരുന്നു ദേവഹൂതി. അവൾക്ക് പ്രായമായപ്പോൾ കർദമ പ്രജാപതിക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം. ഞാൻ ഈ കഥകളിലേക്കൊന്നും കൂടുതൽ പോവാത്തതുകൊണ്ടാണ് ഷോർട്ടായിട്ട് പറയുന്നത്. കഥകളൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട് അതിൽ. അങ്ങനെ കർദമ പ്രജാപതിയുടെ കൂടെ ജീവിക്കുന്നു. കാലം മുന്നോട്ട് പോയി. അവർക്ക് 9 കുട്ടികളുണ്ടായി, പെൺകുട്ടികൾ. അതിനുശേഷം അവരെയൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കണം എന്നൊക്കെ അപേക്ഷിച്ചപ്പോൾ കർദമ പ്രജാപതി അതൊക്കെ ചെയ്തതിന് ശേഷം തനിക്കൊരു ആൺകുട്ടിയെ കൂടെ വേണം എന്ന് പറഞ്ഞതും ആ ബന്ധത്തിലുണ്ടായ കുട്ടിയാണ് കപിലവാസുദേവൻ. അതിനുശേഷം കർദമ പ്രജാപതി കുടുംബജീവിതത്തിൽ നിന്നൊക്കെ വിട്ട് അദ്ദേഹം ധ്യാനനിരതനാവാൻ, മനസ്സിനെ ഉയർത്താനായി അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. ഈ ഒരു കഥ പറഞ്ഞതിന് ശേഷം നമ്മളെ കൊണ്ടുപോകുന്നതാണ് കാപിലിയോപാഖ്യാനത്തിലേക്ക്. അവിടെ കഥ പറയുന്നത്, ഈ ജീവിത കഥ പറയുന്നത് എങ്ങനെയാണ്? കർദമ പ്രജാപതി പോയതിനു ശേഷം ദേവഹൂതിയും കപിലവാസുദേവനും ഒരുമിച്ച് താമസിക്കുന്നു, അമ്മയും മകനും. കുറേ കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഈ മകനും തന്നിൽ നിന്ന് അകന്നു പോകുന്നു. മകൻ അകന്നു പോകുന്നതിന് മുമ്പ് മകന് മകൻ്റേതായിട്ടുള്ള ജീവിതമുണ്ട്. താൻ മാനസികമായി ഉയർന്നില്ലെങ്കിൽ തൻ്റെ ജീവിതം കൈവിട്ടു പോകുമെന്ന് തിരിച്ചറിഞ്ഞ അമ്മ ഒരു ദിവസം പുത്രൻ്റെ കാൽക്കൽ വീണുകൊണ്ട് പുത്രനെ ഒരു ഗുരുവായി കണ്ടുകൊണ്ട് ആ പുത്രനോട് ചോദിക്കുകയാണ്, എന്നെ മാനസികമായൊന്ന് ഉയർത്തിത്തരണം, അതിനെന്നെ അനുഗ്രഹിക്കണം. ഇതാണ് കപില ഭഗവാൻ അമ്മയ്ക്ക് ഉപദേശം കൊടുക്കുന്ന രംഗം. അമ്മ പറയുന്നത്, ഞാൻ പലവിധത്തിലുള്ള സുഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും മനോബലം ഇതുവരെ ആർജിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ലോകത്തിൽ കാണുന്നത്. പലരും പല സുഖങ്ങൾ അനുഭവിക്കുന്നു. കുടുംബജീവിതത്തിൻ്റെ സുഖം, മക്കളെ സ്നേഹിച്ചിട്ടുള്ള സുഖം,
സാമ്പത്തികമായിട്ടുള്ള സൗകര്യങ്ങളുടെ സുഖം, ഇല്ലേ? എല്ലാ സുഖങ്ങളും നമ്മൾ ഇന്ന് കൂടുതൽ അനുഭവിക്കണം. പക്ഷേ ഇതിൻ്റെ കൂടെ എന്ത് കൈവരിക്കുന്നില്ല? പറയൂ, മനോബലം. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമല്ലേ? ഇത് നമ്മുടെ ജീവിതമല്ലേ ഈ പറയുന്നത്? അപ്പോൾ മനോബലം കിട്ടണം, മനോധൈര്യം കിട്ടണം. അതിനെന്നെ അനുഗ്രഹിക്കും. ഇത് കേട്ടതും ഭഗവാൻ പറയുന്നു ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിൽ 25, 26, 27, 28, 29, 30, 31, 32, 33 അധ്യായം വരെ കാപിലയോഗ വ്യാഖ്യാനമാണ്. അപ്പം ആദ്യം തന്നെ തുടങ്ങുന്നത് യോഗ ആധ്യാത്മിക പുംസാം മതോ നിശ്രേയസായ മേ അത്യന്ത ഉപരതിർയത്ര ദുഃഖസ്യ ച സുഖസ്യ ച ചേതഖലസ്യ ബന്ധായ മുക്തയേ ചാത്മനോ മതം ഗുണേഷു സക്തം ബന്ധായ രതം വാ പുംസി മുക്തയേ അഹം മമ അഭിമാനൊത്തേ കാമലോപാദിബിർമലേ പീതം യദാ മനഃശുദ്ധം അദുഃഖം അസുഖം സമം യദാ തദാ പുരുഷമാത്മാനം സ്വയം ചോദി. ആ വാക്കുകളൊക്കെ എത്ര മനോഹരമാണ്. പരിപശ്യതി ഉദാസീനം എന്നൊക്കെയാണ്. അതായത് കപിലൻ പറഞ്ഞു കൊടുക്കുന്നു അമ്മയ്ക്ക്, അമ്മയെ വേണ്ടത് മനോബലമാണെങ്കിൽ, മനോധൈര്യമാണ് വേണ്ടതെങ്കിൽ ജീവിതത്തിൽ അമ്മ മനസ്സിലാക്കണം ദുഃഖസ്യ സുഖസ്യ ഉപരതി. സുഖവും ദുഃഖവും വരുമ്പോൾ ഒരു ഉപരതി, ഉപരതി എന്നുള്ള വാക്കിനർത്ഥം മനസ്സിനെ അതിൽ നിന്നും വേർപ്പെടുത്താനുള്ള കഴിവ്. ഇതൊരു വലിയൊരു മാനേജ്മെൻ്റാണ് ഈ ഭാഗവതം. നമുക്കുണ്ടല്ലോ സുഖം വരുമ്പോൾ നാം അറിയാതെ നമ്മുടെ മനസ്സ് സുഖ സൗകര്യങ്ങളിൽ അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. നാം അതിൽ മതിമറന്നങ്ങനെ ലയിച്ചിരിക്കും. നമ്മുടെ സുഖം എന്ന് പറയുന്നത് ഒരു വണ്ട് താമരപ്പൂവിൽ ചെന്നിരിക്കുന്നത് പോലെയാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ സുഗന്ധത്തിൽ, അതിൻ്റെ തേനിൽ അതിങ്ങനെ ലയിച്ചിരിക്കുന്ന മതിമറന്നിരുന്ന് പാവം വണ്ടറിയുന്നില്ല സന്ധ്യയാകുമ്പോൾ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഈ താമരപ്പൂ കൂടിയടയുന്നു. ഇതേപോലെ നാം കുടുംബജീവിതത്തിൻ്റെ സുഖത്തിലിരിക്കുമ്പോൾ നാം അറിയുന്നില്ല ഈ സുഖം നമ്മളിൽ നിന്നും അകന്നു പോകും. ഉണ്ടോ? നമ്മളാരും ചിലത് മുൻകൂട്ടി കാണുന്നില്ല, കാലവൈഭവത്തെ കാണുന്നില്ല. കാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് സംയോജ്യാക്ഷിപതേ, ഭഗവാൻ പറയുന്നൊരു വാക്കാണ്. സംയോജിപ്പിക്കുന്നു, അത് വേർപ്പെടുത്തുന്നു. ഈ വേർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്നും അകറ്റിക്കൊണ്ടുപോവുക. അപ്പോ സുഖവും ദുഃഖവും നമുക്ക് ഉപരതിയായി മാറണമെന്ന് പറഞ്ഞാൽ സുഖം വരുമ്പോഴും മനസ്സിനെ നാം ധ്യാനത്തിലൂടെ ധീരമാക്കണം. അങ്ങനെ നമ്മൾ ധീരമാക്കുമ്പോൾ പണ്ട് ആരോ പറഞ്ഞതുപോലെ സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത്. അപ്പോൾ സമ്പത്ത് കാലം എന്ന് പറഞ്ഞാൽ സുഖസൗകര്യങ്ങളുള്ള സമയം. ഈ സുഖസൗകര്യങ്ങളുള്ള സമയത്ത് നാം ഇതൊക്കെ ഉള്ളപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അല്പം ധ്യാനവും മറ്റും പരിശീലിക്കുമ്പോൾ എപ്പോഴൊക്കെ ദുഃഖം വരുന്നുണ്ടോ ആ സമയത്ത് നിങ്ങൾക്ക് തളരാത്ത പതറാത്തൊരു ജീവിതം കൈവരിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണെന്നറിയോ? സുഖം വരുമ്പോൾ നമ്മൾ അതിലങ്ങനെ മുങ്ങിക്കുളിച്ചിരിക്കും. ധ്യാനം അതൊന്നും ഇപ്പം ആവശ്യമില്ല, സമയമായിട്ടില്ല, പ്രായമായിട്ടില്ല എന്നാണ്. നമ്മൾ പ്രായം കാത്തിരിക്കുകയാണ്. ദുഃഖം വരുമ്പോൾ നേരെ കുത്തനെമ്പും കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ നെഞ്ചത്ത് അടിച്ചുകൊണ്ട് ചോദിക്കുക, എന്തിനാ ദൈവമേ ഇങ്ങനെ പരീക്ഷിച്ചു? കൃഷ്ണ എന്നോട് ഇങ്ങനെ വേണ്ടിയിരുന്നു. രണ്ട് എക്സ്ട്രീമാണ്. സുഖം വരുമ്പോൾ മതിമറന്നങ്ങോട്ട് പോവും, ദുഃഖം വരുമ്പോൾ നേരെ കുത്തനെ വീഴും. ആണോ അല്ലയോ? ആണോ അല്ലയോ? ഭൂരിപക്ഷം ആളുകൾ ഇങ്ങനെയാണ്. അതുകൊണ്ട് സുഖമുള്ളപ്പോൾ തന്നെ എന്ത് വേണം? സുഖസൗകര്യങ്ങളുള്ളപ്പോൾ തന്നെ ധ്യാന പരിശീലിപ്പിച്ച മനസ്സിനെ പരിശീലിപ്പിക്കണം.
സുഖം അല്ല വേണ്ടത്. സുഖം അല്ല വേണ്ടതെന്നല്ല, സുഖം അല്ല എപ്പോഴും ഉണ്ടാവുക. എപ്പോഴും വേണ്ടത് മനോബലമാണ്. അപ്പൊ പിന്നെ സുഖത്തിലും സുഖമുണ്ട്, ദുഃഖത്തിലും സുഖമുണ്ട്. ദുഃഖത്തിൽ എന്താ സുഖം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരിക്കലും മാനസികമായി തളരില്ല. അത് വലിയൊരു സുഖമല്ലേ? ആണോ അല്ലയോ? ഇതിനെയാണ് ഭഗവാൻ സമബുദ്ധി എന്നൊരു വാക്കുപയോഗിച്ചത്. കൃഷ്ണൻ ഇതിനെ സമത്വം യോഗ ഉച്യതേ എന്ന് പറഞ്ഞു. കൃഷ്ണൻ ഇതാണ് പറയണത്, സമബുദ്ധി എന്നൊരു വാക്ക്. സമബുദ്ധി പറഞ്ഞാൽ സുഖം വരുമ്പോഴും നിങ്ങൾക്ക് ഉറപ്പുണ്ടാവണം, നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിനൊരു ദൃഢത വരണം, എൻ്റെ കൂടെ ഈ സുഖങ്ങളല്ല ഉള്ളത്, പരമാത്മാവുണ്ട്. ദുഃഖം വരുമ്പോഴും നിങ്ങൾക്ക് ഉറപ്പ് വരണം, എൻ്റെ കൂടെ ഈ പരമാത്മാവെന്ന ബോധം നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് ധ്യാനത്തിലൂടെ ആരിലേക്ക് അടുപ്പിച്ചിരിക്കണം? പരമാത്മാവിലേക്ക്. ഈ പരമാത്മാവെന്നൊക്കെ ഞാൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ബോധം നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. കൃഷ്ണന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തില് 38-ാം ശ്ലോകത്തിൽ പറയും, സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭോ ജയാജയോ തതോ യുദ്ധ്വായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. സുഖവും ദുഃഖവും വരുമ്പോ സമേകൃത്വ, സമമാക്കുക. സമമാക്കുക എന്നൊക്കെ പറഞ്ഞാൽ സുഖവും ദുഃഖവും ഒരിക്കലും സമാവില്ല. ഉണ്ടോ? നിങ്ങളെ പൊക്കി പറഞ്ഞ് നിങ്ങളെ നല്ലവണ്ണം പുകഴ്ത്തി പറയുന്നതും, അതേ നിങ്ങളെ ഇനി പറയാൻ പറ്റാത്ത ഭാഷയിലൊക്കെ ചീത്ത വിളിക്കുന്നതും തുല്യമാവുമോ? ഞാൻ കേട്ടിട്ടില്ല. ഒരാളെ ഇങ്ങനെ പുകഴ്ത്തി പറയുമ്പോൾ അയാൾ അങ്ങനെ പോകുമോ? ഞാൻ പലപ്പോഴും അനുഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പായിട്ട് പറയാൻ പറ്റും. ഞാൻ ഒരിക്കൽ ബോംബെയിൽ ഒരു സ്ഥലത്ത് സപ്താഹമൊക്കെ കഴിഞ്ഞ് ഗംഭീരമായി അവസാനിപ്പിച്ചപ്പോൾ, എനിക്ക് തോന്നുന്നു ബോറിവില്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടുത്തെ സെക്രട്ടറി ആണെങ്കിൽ അയാൾ അമേരിക്കയിൽ എവിടെയോ പഠിച്ച് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്ത ആളാണ്. അതുകൊണ്ട് അയാൾ കുറച്ചേ വർത്തമാനം പറയുന്നു. അയാൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞു. ആദ്യം കുറേ ഇംഗ്ലീഷിൽ പറഞ്ഞു, സ്വാമി സച്ച് എൻ എക്സലൻറ്റ് ഒറേറ്റർ ഇൻ ഭാഗവതം എന്നൊക്കെ പറയണേ, പൊക്കി പറഞ്ഞ അവസാനം പറഞ്ഞു, ഞാൻ അതുകൊണ്ട് ഈ സ്വാമിയെ അനുഗ്രഹിക്കുകയാണ്, ഈ സ്വാമി മഹാനായ നിർത്തി. മഹാനായ എന്നൊരാളായി തീരട്ടെ എന്ന് അയാൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ പറഞ്ഞത് അവിടെ കൊണ്ട് നിർത്തി. അപ്പോൾ പൊക്കി പറയാനും താഴ്ത്തി പറയാനും ലോകമുണ്ടാവും. ഇതൊക്കെ സമൂഹത്തിൽ നോക്കൂ നിങ്ങൾ, നമ്മുടെയൊക്കെ വീടുകളിൽ അതാണ്. ചിലരൊക്കെ ഉണ്ടല്ലോ, ചെറിയ കാര്യങ്ങൾ വരുമ്പോഴേക്കും ബൂം കഴിഞ്ഞു. മനസ്സൽപ്പം പോലും അവർ ബാലൻസ് ചെയ്തിട്ടില്ല. ജീവിതം മുഴുവൻ നിങ്ങളുടെ കയ്യിലാണിരിക്കുന്നത്. ആരെയും നിങ്ങൾ കുറ്റം പറയരുത്. മറ്റുള്ളവരെയൊക്കെ നിങ്ങൾ കുറ്റം പറയണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അല്പം പോലും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. എന്താ മനസ്സിനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ, മനസ്സിൻ്റെ ദൗർബല്യവും മനസ്സിലാക്കണം, മനസ്സിൻ്റെ കഴിവും മനസ്സിലാക്കണം. മനസ്സിൻ്റെ ദൗർബല്യം എന്ന് പറഞ്ഞാൽ എവിടെ സുഖമുണ്ടോ എവിടെ ദുഃഖമുണ്ടോ അതിലൊക്കെ കയറി അത് ഒട്ടിപ്പിടിക്കും. അതിൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതിനെ അതിൽ നിന്നും വേർപ്പെടുത്തി ആരിലേക്ക് തിരിക്കാൻ പറ്റും? പരമാത്മാ. ആ ധ്യാനം നമ്മൾ പരിശീലിക്കണം. ഇതൊക്കെ നിങ്ങൾ ഗീതയിൽ നിന്ന് നല്ലവണ്ണം ഉൾക്കൊള്ളൂ. ഗീതയിൽ 6-ാമത്തെ അധ്യായത്തിൽ കൃഷ്ണൻ പറയും, നോക്കൂ നിങ്ങൾ ഈ പറയുന്നതൊക്കെ എത്ര സത്യമാണെന്ന്. 6-ാമത്തെ അധ്യായത്തിൽ ശ്ലോകം കൃത്യമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല, ഒരു 28 ശേഷമായിരിക്കും. ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി അർജുന. 32 ഓക്കെ. ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി അർജുന സുഖം വാ യതി വാ ദുഃഖം സയോഗി പരമോമത. ആത്മനി, ആത്മൗപമ്യം എന്ന് പറഞ്ഞാൽ ധ്യാനം നടത്തും. നിരന്തരമായ ധ്യാനത്തിലൂടെ നിങ്ങളുടെ മനസ്സിന് ശക്തി വരുംതോറും സമം പശ്യതി, നിങ്ങൾക്ക് എല്ലാം സമമാകും. സുഖം വാ യതി വാ ദുഃഖം. സുഖവും വന്നാൽ നിങ്ങൾക്കെന്ത്, ദുഃഖം വന്നാൽ നിങ്ങൾക്കെന്ത്. അതായത് നിങ്ങളെ ഒരാൾക്ക് സുഖത്തിലൂടെ എക്സൈറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം നിങ്ങൾക്ക് സുഖം വരുന്നതും ദുഃഖം വരുന്നതും ഒക്കെ നിങ്ങൾക്കറിയാം. അതും വരും, സുഖവും വരും, ദുഃഖം
വരെ ജീവിതത്തിൽ അത് കടന്നു വന്നേ. മനസ്സിലാവുണ്ടോ? ഒരു ആവറേജ് മൈൻഡ് അതെപ്പോഴും നോക്കുന്നത് ജീവിതത്തിൽ എന്തു വരും, എന്ത് കിട്ടും എന്നുള്ളതാണ്. ഒരു ധീര മനസ്സ് നോക്കുന്നത് എന്തു വരും, എന്ത് കിട്ടും എന്നുള്ളതല്ല, താൻ എങ്ങനെ അതിലൂടെ കടന്നു പോകും എന്നുള്ളതാണ്. അതാണ് ആത്മീയത. പക്ഷേ എത്ര പണം കിട്ടിയാലും നമുക്ക് ദരിദ്രനായിട്ട് ജീവിക്കാം. ഉണ്ടോ ഇല്ലയോ? എത്ര കിട്ടിയാലും നിങ്ങൾക്ക് ചെലവഴിച്ച് ഇതാക്കാം. എന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നതിലും ഒരു മനസ്സിനെ സംതൃപ്തമാക്കി നിങ്ങൾക്ക് കടന്നു പോകാനും പറ്റും. അത് പറയുമ്പോൾ പലരും അതിനെ തെറ്റായി വ്യാഖ്യാനിക്കും. കാരണം ഇതൊക്കെ ഒരു തരം പിന്തിരിപ്പൻ നയമല്ലേ എന്നുള്ളത്. കാരണം ഇവിടെ കമ്മ്യൂണിസവും എല്ലാ ഇസങ്ങളും പഠിപ്പിക്കുന്നത് ഈ പിന്തിരിപ്പൻ നയം എന്ന് പറയാൻ കാരണം ഭൗതികതയാണ്. കാരണം അവരൊക്കെ ഭൗതികതയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത്. ഏതിന് കൊടുത്തില്ല? ആത്മീയതയ്ക്ക് കൊടുത്തില്ലേ. നോക്കൂ, കൃഷ്ണൻ ഒരു നിർവചനം പറയും. ആരെയാണ് ദരിദ്രൻ എന്നുള്ളത് വായിക്കേണ്ടതാണ്. ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ 19-ാം അധ്യായത്തിൽ എനിക്ക് തോന്നുന്നു 38-ാമത്തെ ശ്ലോകത്തിൽ വരും. അവിടെ ആരാണ് ദരിദ്രൻ? കൃഷ്ണന്റെ നിർവചനം എന്താന്ന് വെച്ചാൽ യസ്തു അസന്തുഷ്ട സ ദരിദ്ര. ആരാണ് ദരിദ്രൻ? യസ്തു അസന്തുഷ്ട സ ദരിദ്ര. ആരാണ്? ആർക്കാണോ ജീവിതത്തിൽ ഒരു സന്തുഷ്ടിയില്ലാത്തത് അവരൊക്കെ ദരിദ്രന്മാരാണ്. അപ്പൊ അത് മനസ്സിന്റെ അല്ലേ ദാരിദ്ര്യം എന്നുള്ളത്? അപ്പൊ നിങ്ങളുടെ മനസ്സിന് എന്തനുഭവം വന്നാലും അതിന് ഉൾക്കൊള്ളാനുള്ള ധീരതയുണ്ടെങ്കിൽ നിങ്ങൾ ആരല്ല? പറയൂ, നിങ്ങൾ ദരിദ്രരല്ല. മനസ്സിലായില്ലേ? ഈ തലത്തിലേക്ക് ഉയർച്ച നിങ്ങൾക്ക് നേടാൻ പറ്റും, മാനസികമായി ഉയരാൻ പറ്റും. അതിന് കപിലൻ പറഞ്ഞു കൊടുക്കണു, അമ്മ അറിഞ്ഞിരിക്കണം, മനസ്സിനെ അറിഞ്ഞിരിക്കണം. എന്താണ് മനസ്സിന്റെ പ്രത്യേകത? ചേതഗലസ്യ ബന്ധായ മുക്തയേ ച ആത്മനോമതം. ചേതസ് എന്ന് പറഞ്ഞാൽ മനസ്സാണ് നിങ്ങളെ താഴോട്ടും കൊണ്ടുപോകുന്നത്, മനസ്സാണ് നിങ്ങളെ ഉയർത്തുന്നത്. അതായത് മനസ്സിന് ദൗർബല്യവുമുണ്ട്, മനസ്സിന് കഴിവുമുണ്ട്. നാം ഉണ്ടല്ലോ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കരുതും നമ്മളൊക്കെ മനസ്സിൻ്റെ കഴിവിനെ അല്ല വികസിപ്പിക്കുന്നത്. ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എപ്പോഴും ഉണ്ടല്ലോ കഴിവ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ മാനസിക തലത്തിലല്ല അവർ പറയുന്നത്. കഴിവെന്ന് പറയുന്നത് ബുദ്ധിതലത്തിലൊരു കഴിവാണ്. ഈ ബുദ്ധിതലത്തിലുള്ള കഴിവ് എന്ന് പറയുന്നത് പഠിച്ചത് ബൈ ഹാർട്ട് പഠിച്ച് പറയാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചില ഇൻബോൺ ടാലന്റുകൾ പ്രകടിപ്പിക്കാൻ സാധിച്ച ആ ഒരു കഴിവായിട്ട് പറയുന്നു. പക്ഷെ നമ്മുടെ ഋഷീശ്വരന്മാർ കഴിവ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്കൊരു പ്രശ്നത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നതിനെയാണ് ഋഷിമാർ എന്ന് പറയുന്നത് കഴിവ്. അത് സ്പിരിച്വലാണ്. ഈ കഴിവ് നമ്മൾ പല ആളുകളിലും കാണുന്നില്ല. അവർ പറയുമ്പോൾ പലതരത്തിലുള്ള മറ്റുള്ള കഴിവുകളുള്ളവരായിരിക്കാം. നിങ്ങൾ കാണാം സിനിമയിലും മറ്റും ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവാർഡുകൾ കിട്ടാതെ പോയാൽ അവരും ഡിപ്രഷനിലേക്ക് വീഴുന്നത് ഉണ്ടോ ഇല്ലയോ? ചെറിയ 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 കാര്യങ്ങളിൽ അവരും ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ബുദ്ധിപരമായ കഴിവുണ്ട്. ഏതില്ല? മനസ്സിലാക്കൂ, ഇത് രണ്ടും വ്യത്യാസം മനസ്സിലാക്കൂ. ഒന്ന് ബുദ്ധിപരമായ കഴിവ്, അവർ വളർത്തിയെടുത്ത കഴിവുകളൊക്കെയാണ്. പക്ഷേ അതുകൊണ്ട് ഏത് കഴിവുണ്ടാവണമെന്നില്ല, മാനസികം. ഇത് രണ്ടും മിക്സ് ചെയ്യരുത് നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ, ഇത്രയൊക്കെ കേമനായിട്ടുള്ള ആളെന്തേ ഇങ്ങനെ മാനസികമായി തളരുന്നു? ചില വലിയ വലിയ ഉന്നതന്മാരൊക്കെ തളരുന്ന സമയത്ത് എന്തേ അവരിങ്ങനെ തളർന്നു പോയത്? അവർ തളർന്നു പോവാൻ കാരണം അവർ ബുദ്ധിപരമായി ഉയർന്നിട്ടുണ്ട്. ഇതാണ് അർജുനന് സംഭവിച്ചത്. അർജുനൻ നോക്ക് ബുദ്ധിപരമായി കഴിവുള്ള ഒരാളാണ്. എപ്പോ വേണം, എവിടെ വേണം, എങ്ങനെ വേണം അസ്ത്രം ഉപയോഗിക്കുക എന്ന അറിവ് ആർക്കുണ്ട്? അർജുനനുണ്ട്. പക്ഷെ യുദ്ധക്കളത്തിലെത്തിയപ്പോ തളർന്നു എങ്കിൽ അർജുനൻ ബുദ്ധിപരമായ കഴിവുള്ള ആളാണ്. വ്യത്യാസം മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്?